അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സ്ഥിരീകരണത്തിനായി ഇന്ന് കൃപാസ്ഥാനത്താരെ നടക്കുന്ന 10,000-കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോട് കൂടെ ദൈവവേദനെ ഞാൻ നിന്നെ ഈശോനാമത്തിൽ ആസ്വദിക്കുന്നു. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ള എല്ലാ അനുഭവ സാക്ഷികളുടെയും സാക്ഷ്യങ്ങൾ നിനക്കും ഈ നിമിഷം നിൻ്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥകളെ അതിജീവിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഭയപ്പെടുന്ന വ്യക്തികൾ, നീ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, നീ എന്ത് ചെയ്യും, എങ്ങനെ അതിജീവിക്കും എന്ന് വേദനിക്കുന്ന വിഷയങ്ങൾ
അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. കർത്താവേ, ആശുപത്രി കഴിയുന്നവരെ, കർത്താവേ, ഓരോരോ ജീവിക്കാൻ വേണ്ടി ഓരോരോ ജോലിക്ക് പോകുന്നവരെ, ജോലി അന്വേഷിച്ച് പോകുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, വിസ പ്രോസസ്സിംഗ് ഇരിക്കുന്നവരെ, വിസ നഷ്ടപ്പെട്ടു പോയവരെ, പുതുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ, നാട്ടിലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ, അതിൻ്റെ പരീക്ഷ എഴുതുന്നവരെ, അതിൻ്റെ പരീക്ഷ റിസൾട്ട് കാത്തിരിക്കുന്നവരെ, കർത്താവേ, പലതരത്തിലുള്ള ജപ്തി നടപടികൾ, പലതരത്തിലുള്ള കോടതി കേസുകൾ, പലതരത്തിലുള്ള ഒത്തുതീർപ്പ് ചർച്ചകൾ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ പ്രാർത്ഥന കൂടുന്ന നിനക്ക് മാതാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഞാൻ ഉറപ്പു തരികയും അമ്മ നിന്നെ സഹായിക്കുകയും ഈശോ നിന്നെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കണ്ടത്, കഴിഞ്ഞ കാലത്ത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന കയ്യബദ്ധങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് നിരക്കാത്ത നടപടിക്രമങ്ങളെ ദൈവം ചോദ്യം ചെയ്യുമ്പോൾ, മനസ്സാക്ഷി നമ്മളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ സ്വയം നീതീകരിക്കുകയും ആ നീതി മറ്റുള്ളവരുടെ മേൽ അത് കെട്ടിവെക്കുകയോ ചെയ്യാതെ അത് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ മാപ്പ് ചോദിക്കുന്നതിനെ കുറിച്ചാണ് ഭൂതകാലത്തിൻ്റെ വിശുദ്ധീകരണം. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇനി വർത്തമാനകാലവും അതുപോലെ ഒരു വിഷയമാണ്. ദൈവം നിരീക്ഷിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഭൂതകാലം മാത്രമല്ല, വർത്തമാനകാലവും ദൈവം നിരീക്ഷിക്കുന്നു. വാട്ട് യു ആർ ഡൂയിങ് നൗ, നീ ഇപ്പം എന്ത് ചെയ്യുന്നു, അത് ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. നിന്റെ വർത്തമാനകാലത്തിൻ്റെ വിശുദ്ധീകരണത്തിന് ഉതകുന്നതാണ്. ഇപ്പം എങ്ങനെയാണ് കാലങ്ങളെ വിശുദ്ധീകരിക്കണം എന്നാണ് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 രാജാക്കന്മാർ 19:13 എടുത്തേ. അപ്പോൾ ഏലിയ മേലങ്കി കൊണ്ട് മുഖം മറച്ചു പുറത്തേക്ക് വന്ന് ഗുഹാമുഖത്ത് നിന്നു. അപ്പോൾ അവൻ ഒരു സ്വരം കേട്ടു. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? വാട്ട് യു ആർ ഡൂയിങ് നൗ. ഇത് എപ്പോഴും പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഓരോ ദിവസവും നമ്മൾ നമ്മോട് ചോദിക്കേണ്ട കാര്യമാണ്. നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഞങ്ങളുടെ സെമിനാറിലൊക്കെ ഉണ്ടല്ലോ, ഈ പഠിക്കണ കാലത്ത് എല്ലാ സ്റ്റഡി ഹാളിൽ ഓരോ മണിക്കൂർ കഴിയുമ്പോൾ ഒരു ചെറിയ കുഞ്ഞു മണി കിലിക്കും. ബീഡിലെന്ന് പറയും, ലീഡർ എന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ അത് എന്തിനുള്ള എക്സാമിനേഷൻ കോൺഷ്യസിന് വേണ്ടിയുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ചില ആൾക്കാർ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പഠിക്കണ സമയത്ത്. അപ്പോൾ നമ്മൾ അത് പടമൊക്കെ മാറ്റി വെച്ചിട്ട് സോറി പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങുന്ന ഉത്തരവാദിത്തം. അതാണ് വിഷയം. നീ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ആൾക്കാർക്ക് റീൽസ് നോക്കി ജീവിതം പോകണമാണ് ഈ കാലഘട്ടത്തിലുള്ള ഏറ്റവും വലിയ ഗതികേട് എന്ന് പറയുന്നത്. കഴുത്തിങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇങ്ങനെ ഒടുങ്ങിയിരിക്കണ മനുഷ്യരെ അടുത്ത ജന്മത്തിൽ. ഈ പരിണാമമൊക്കെ സത്യമാണെങ്കിൽ അടുത്ത ജന്മത്തിൽ മിക്കവാറും പിള്ളേരൊക്കെ ഇങ്ങനെ ചോദ്യചിഹ്നം പോലെ ഇരിക്കണം. പ്രസവിക്കണം ഇങ്ങനെ ഇരിക്കും. പ്രസവിക്കാൻ സാധ്യതയില്ല, വയറ് വളർന്നെടുക്കേണ്ടി വരും. കാര്യം ഈ ചോദ്യചിഹ്നം പോലെ. കാര്യം ഈ തലമുറകൾ തന്നെ ഇങ്ങനെ ഈ മൊബൈൽ നോക്കി റീൽസും കണ്ട് കുനിഞ്ഞിരിക്കുകയല്ലേ. ഞാൻ ചുമ്മാ തമാശ പറഞ്ഞതാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു. ആ ചോദ്യം ഇടയ്ക്ക് ചോദിച്ചാൽ, അപ്പോൾ നമ്മളിങ്ങനെ വേണ്ടാത്ത കാഴ്ചയെ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് നമുക്ക് പോകാം. കാര്യം ഓരോ സമയവും ദൈവത്തോട് ഉത്തരവാദിത്തമുള്ളതാണ്. സമയത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് ഇത് ബ്രെയിൻ പോലെയാണ്. നമ്മുടെ ബോഡിയൊക്കെ അസ്ഥിയൊടിയണമെങ്കിൽ അതൊക്കെ കൂടും. കോശങ്ങളൊക്കെ പഴുത്തൊക്കെ പോയി കഴിഞ്ഞാലും പിന്നെയും അതൊക്കെ മാംസം വെച്ച് കൂടും. ഞാൻ വണ്ടി ഇടിച്ച് ഞാൻ വണ്ടിയിൽ നിന്ന് വീണിട്ട് പെറ്റിൽ ബൈക്കിൻ്റെ അടിയിൽ പോയിട്ട് എൻ്റെ കാലെ കൂടി അതിൻ്റെ ഫുട് റെസ്റ്റ് വരഞ്ഞു പോയപ്പോൾ കുറേ മാംസം പോയായിരുന്നു. അപ്പോൾ 41 ദിവസം പെങ്ങളുടെ വീട്ടിൽ പോയി ചികിത്സയിലായിരുന്നു. അപ്പം അവിടെ അവർ ബ്രാല് കൊണ്ടുവന്നിരും. എന്താ വെച്ചാൽ ബ്രാല് കഴിച്ചാൽ ശരീരം പെട്ടെന്ന് ഈ മുറിവുകൾ പെട്ടെന്ന് മാംസം വെച്ച് അടയുമെന്നാണ് പറയണത്. പക്ഷെ അത് ശരീരത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. പക്ഷെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം ഒരു അംശം പോയാൽ നമുക്ക് ഏതെങ്കിലും ഒരു കേടുണ്ടാവും. അതുകൊണ്ടാണ് ദൈവം ഈ തലയോട്ടി കൊണ്ട് ഈ സാധനത്തിനെ പൊതിഞ്ഞ് സൂക്ഷിക്കണത്. അപ്പോൾ ആ പൊളിച്ചു കഴിഞ്ഞാൽ താഴത്തെ താടി മാത്രമല്ലേ, മുകളത്തെ തടി അങ്ങനെ തന്നെ ഇരിക്കണേ.
താഴത്തെ സാധനമാണ് ഞാൻ കണ്ടുകൊണ്ട് നടക്കുന്നത്. ഈ ബ്രെയിൻ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ദൈവം അനക്കത്തില്ല. അപ്പം ഹെൽമെറ്റൊക്കെ ഇല്ല, ചില ആൾക്കാർ വണ്ടിയെ പാഞ്ഞു പോകത്തില്ല. അതൊക്കെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഇത്തരം മനുഷ്യരാണ് ഹെൽമെറ്റ് ഇല്ലാതെ രക്തസാക്ഷികളായിരിക്കണത്. അപ്പം ദൈവമാണ് ഈ ഹെൽമെറ്റ് ആദ്യം വെച്ചത്. അപ്പം അത് അത് എളിമ വേണം ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഓടിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉസ്താദാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്വയം പറയാമെങ്കിലും ഒരു സെക്കൻഡ് കൊണ്ട്. പക്ഷെ എന്നാലും ഞാൻ പലപ്പോഴും, എനിക്കും ഡ്രൈവർമാരൊക്കെ ഉണ്ട്, വർഷങ്ങളായിട്ടുമുണ്ട്. പക്ഷെ എന്നാലും എപ്പോഴും എന്തെങ്കിലും മുട്ടുക തട്ടുക ചെയ്താൽ ഉടനെ ഡ്രൈവർ പറഞ്ഞത് അവൻ്റെ കുഴപ്പമാണെന്ന് പറയത്തുള്ളൂ. അതാണ്. പിന്നെ ഓവർടേക്ക് ചെയ്യാനുള്ള ഒരു ത്വര, ഒരു കാര്യം വേണ്ട. വെറുതെ പോയാലും മുമ്പിൽ ഒരുത്തനെ കണ്ട അപ്പോൾ ഓവർടേക്ക് ചെയ്യണം. അതൊക്കെ ബ്ലഡിലുള്ള അഹങ്കാരങ്ങളാണ് ഇതൊക്കെ. അവരൊക്കെയാണ് ഈ ഇടയ്ക്കൊക്കെ പണി മേടിക്കണത്. ശരിക്കും നമുക്ക് അങ്ങനെയൊക്കെ വരുമ്പോഴേ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊട്ടക്ഷൻ പോകും. അഹങ്കാരം വന്നാൽ ദൈവം അപ്പം തന്നെ അവിടുന്ന് മാറും, പ്രൊട്ടക്ഷൻ പോകും. അത് വളരെ ശ്രദ്ധിച്ച്. ഞാനിപ്പോൾ പറഞ്ഞതിൻ്റെ കാര്യം അതൊന്നുമല്ല. നീ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടാണ്. ഏലിയ, നീ ഇവിടെ എന്ത് ചെയ്യുന്നു? അപ്പം ന്യായമായ ഉത്തരം കൊടുക്കാൻ നമ്മുടെ ഉണ്ടാകണം. അപ്പം നീ വണ്ടി സ്പീഡിലാണ് പോകണമെങ്കിൽ 80 പോവുകയാണ്. അപ്പം അവിടെ 80 പോയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 5 മിനിറ്റ് അവിടെ നേരത്തെ എത്താവുന്ന. നേരത്തെ 5 മിനിറ്റ് എത്തിയാലും 50 മിനിറ്റ് എടുത്തിട്ട് 10 മിനിറ്റ് എത്തിയാലും ചിലപ്പോൾ കാര്യമൊന്നും ഉണ്ടാവില്ല. ചുമ്മാ എന്തായാലും വണ്ടി എടുത്താൽ അപ്പം തന്നെ പറപ്പിക്കുക എന്നുള്ള. അത് നീ എന്ത് ചെയ്യുന്നു? ഈ ചോദ്യം നമ്മൾ ചോദിച്ചാൽ വണ്ടി അപകടം കുറഞ്ഞു കിട്ടും. ഈ ചോദ്യം നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ റീൽസ് കാണൽ കുറഞ്ഞു കിട്ടും. ജീവിതം ദൈവത്തെ നിരക്കുന്നതായിരിക്കും. ദൈവം ആ ചോദ്യം ഏലിയോട് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഏലിയ പറഞ്ഞു, ഞാൻ നിന്നെക്കുറിച്ച് തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ്. അവനേക്കാൾ നല്ല ഉത്തരം വരെ കിട്ടാനുണ്ടോ? ഞാൻ നിന്നെക്കുറിച്ചുള്ള തീഷ്ണത ജ്വലിക്കുകയാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കും ഏലിയയെ പോയി പറയാൻ പറ്റിയിരുന്നെങ്കിൽ. പക്ഷെ എന്നാലും ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം അങ്ങനെ പറയേണ്ടത് നല്ലതാണ്. വലിയൊരു അനുഗ്രഹമാണ്. അപ്പം പ്രസൻറ്റ് ടൈമിനോട് കാണിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടെ ദൈവം നിരീക്ഷിക്കുന്ന ഒരു മേഖലയാണ്. അപ്പം നമ്മളത് നിരീക്ഷിച്ചു വെച്ചാൽ ദൈവത്തിൻ്റെ. എൻ്റെ പേര് ജിൻസി. ഞാൻ പാലക്കാട് മണ്ണാർക്കാട് മലങ്കര സെൻറ്റ് ജൂഡ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 7-ാം തീയതിയാണ്. ഞാനൊരു നഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു. റീസെൻ്റായിട്ട് കുറേ ഗ്യാപ്പൊക്കെ ഉണ്ട്. അങ്ങനെ വർക്ക് ചെയ്യാതെ ഇരിക്കുന്ന ഒരവസരത്തിലാണ് എനിക്ക് ജർമ്മൻ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് ഒരവസരം കിട്ടിയത്. ഞങ്ങളുടെ പള്ളിയിൽ അച്ഛൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ ആ കോഴ്സ് പഠിക്കാനായിട്ട് ചേർന്നത്. എൻ്റെ ചിന്തയിലോ വിചാരത്തിലോ പോലും ഇല്ലായിരുന്നൊരു കാര്യമാണ്. കാരണം എനിക്ക് പഠിക്കാൻ സാധിക്കില്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്നെനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാനത് പഠിക്കാൻ ശ്രമിക്കാതിരുന്നത്. ചെറുപ്പം മുതലേ മാതാവിൽ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ നല്ലൊരു മാതാവിൻ്റെ ഭക്തയായിരുന്നു. എന്നെ അമ്മയെ ഓർക്കുമ്പോൾ മാതാവെ നിന്നെ ഞാൻ ഓർക്കുന്ന ഒരു പാട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അർത്ഥവത്താണെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം ആ കൊന്ത പിടിച്ചുകൊണ്ട് എൻ്റെ അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാനും എൻ്റെ അനിയനും ചെറുപ്പം മുതലേ കണ്ടു വളർന്നതാണ്. എൻ്റെയും എൻ്റെ അനിയൻ്റെയും ഉള്ളിൻ്റെ ഉള്ളൊരു ബോധ്യമുണ്ട്, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഞങ്ങൾക്കത് സാധിച്ചു കിട്ടും. അങ്ങനെ എൻ്റെ അമ്മയുടെ ആ കണ്ണുനീരും പ്രാർത്ഥനയും കണ്ടു വളർന്ന് ഞങ്ങൾക്കും ചെറുപ്പം മുതൽ മാതാവിൽ നല്ല വിശ്വാസമാണ്. അമ്മ ചെറുപ്പം മുതൽ ഞങ്ങളോട് പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, മാതാവിനോട് അപേക്ഷിച്ചാൽ മാതാവിൻ്റെ മധ്യസ്ഥത്താൽ ഈശോ നമുക്കത് സാധിച്ചു തരും. ഇനി അത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോളുക, അത് എന്തെങ്കിലും അതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ലതല്ലാത്തൊരു കാര്യം കൊണ്ടായിരിക്കും എന്ന് അമ്മ പണ്ട് മുതലേ ഞങ്ങളോട് പറയുമായിരുന്നു. അങ്ങനെ അമ്മയുടെ മാതാവിലുള്ള വിശ്വാസം കണ്ടു വളർന്ന് ഞങ്ങൾക്കും മാതാവിൽ നല്ല വിശ്വാസമായിരുന്നു. ഈ കൃപാസനത്തിൽ വരാനും എൻ്റെ അമ്മ തന്നെയാണ് കാരണം. ഇതെനിക്ക് ഒട്ടും പഠിക്കാൻ പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റാത്ത കാര്യമാണെന്ന് ഞാൻ എന്നും പറഞ്ഞ് വിഷമിക്കുമ്പോൾ അമ്മ തന്നെയാണ് പറഞ്ഞേടി കൃപാസനമുണ്ട്. അപ്പം എൻ്റെ ഒരു ചേച്ചി ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് അതിന് മാതാവിൻ്റെ മധ്യസ്ഥത്താൽ വേഗം ചേച്ചിക്ക് UKV IELTS പാസ്സായി ചേച്ചി പോയി. അതൊക്കെ ഒരു അമ്മ എന്നോട് അടയാളമായിട്ട് പറഞ്ഞ് അമ്മ എന്നോട് നിർബന്ധിച്ചു, നീയും പോയി അവിടെ ചെല്ല് എന്ന് പറഞ്ഞത്. എനിക്ക് വരാനറിയില്ല,
പിന്നെ നമ്മളിതിനെക്കുറിച്ച് ഇങ്ങനെ കേട്ട അറിവ് മാത്രമേ ഉള്ളൂ. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൃപാസനത്തെക്കുറിച്ച് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. എന്നാലും ഇത് പഠിക്കാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2-3 പേര് പോരുന്ന കൂടെ ഞാനും പോന്നു. പോയി നോക്കാം എന്താണെന്ന് അറിയാമെന്നാൽ വലിയ വിശ്വാസമൊന്നുമില്ല. കാരണം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും കൃപാസനത്തെക്കുറിച്ചോ കൃപാസന മാതാവിനെക്കുറിച്ചോ അറിയത്തില്ല. കാരണം ഞാൻ അറിയാനായിട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷേ എന്തോ അവരുടെ കൂടെ സാധാരണ വരുന്ന പോലെ വന്നു. ഞാൻ ആ എൻട്രൻസ് കഴിഞ്ഞ് കുറച്ചെങ്കിലും മാറിയപ്പോൾ എനിക്കറിയത്തില്ല, എന്തോ ഒരു ഫീലിങ്സ് എനിക്കുണ്ടായി. കുർബാന തുടങ്ങാൻ നേരം ആയിരുന്നു. ഞങ്ങളിവിടെ വന്നു നിന്നു. ഈ ആദ്യത്തെ റോയിൽ തന്നെയാണ് നിന്നത്. എന്തോ ആദ്യം കുർബാന തുടങ്ങി അതിൻ്റെ ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ അറിയാതെ ആ കുർബാന മുഴുവൻ ഞാൻ കരഞ്ഞു. എന്തിനാ ഞാൻ കരഞ്ഞേന്ന് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് എന്തോ ഒരു ആത്മവിശ്വാസമായി. ഒത്തിരി പ്രാർത്ഥിച്ചു, ദൈവമേ ഒത്തിരി ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദങ്ങളും എന്നിലുണ്ട്, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ലാസ്റ്റാണ് ഈ ജർമ്മൻ പഠിക്കാനായിട്ട് ചേർന്നത്. അതിനു മുമ്പ് ഞാൻ കുറേ പൈസ ഇതിനെന്നൊക്കെ പറഞ്ഞാൽ OET പഠിക്കാനൊക്കെ ആയിട്ട് കുറേ പൈസ ഇതിന് കൊടുത്തു, ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ കൊടുത്തു. അതൊക്കെ നഷ്ടപ്പെട്ടിട്ടിരിക്കുന്ന സമയം. എന്നിട്ടാണ് ലാസ്റ്റ് ഈ ജർമ്മനിൽ വന്ന് ചേർന്നത്. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റത്തില്ല, എന്നെക്കൊണ്ട് താങ്ങുന്നില്ല. ഞാനാണെങ്കിൽ ഒത്തിരി പേരുടെ പ്രതീക്ഷയായിട്ടാണ് നിൽക്കുന്നത്. അമ്മയെ പാതി വഴിയിൽ മുടങ്ങിപ്പോകാൻ എന്നെ നീ അനുവദിക്കരുത്, ഇനിയും പൈസ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ എന്ന് കുറിച്ച് ഒത്തിരി വിഷമിച്ച് പ്രാർത്ഥിച്ചു. കുർബാന മുഴുവൻ ഞാൻ നിന്ന് കരഞ്ഞു. എന്തിനാ കരഞ്ഞെന്നോ എങ്ങനെ കരച്ചിൽ വന്നതെന്നോ എനിക്കറിയത്തില്ല. അതിനുശേഷം മാതാവിൻ്റെ രൂപം പിടിച്ചുകൊണ്ട് റാലി പോയപ്പോൾ ഞാൻ എല്ലാവരും പിടിക്കുന്ന കണ്ടു, മാതാവിൻ്റെ ഫോട്ടോയും ആ തിരിയുമൊക്കെ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹമായി. ഞാൻ പറഞ്ഞു, അമ്മയുടെ രൂപം പിടിക്കാനുള്ള ഒരു യോഗ്യത എനിക്കില്ല, അത്രമാത്രം പാപിയല്ല ഞാൻ. എനിക്കൊരു അമ്മയുടെ അടുത്ത് നിൽക്കുന്ന ഒരു തിരി പിടിക്കാനെങ്കിൽ അമ്മ എന്നെ അനുവദിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ആ ടോക്കൺ നറുക്കെടുത്തപ്പോൾ മാതാവിനെ തന്നെ പിടിക്കാനായിട്ട് എനിക്ക് ഭാഗ്യം ലഭിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്കറിയില്ല എനിക്കുണ്ടായ സന്തോഷം. അവിടെ തൊട്ട് ഞാൻ പല സാഹചര്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യമുണ്ട്, എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിച്ചിട്ടില്ല, എൻ്റെ കൂടെയുണ്ടെന്ന്. അപ്പോൾ ആദ്യത്തെ പരീക്ഷ എഴുതി, പരീക്ഷ പാസ്സായി. രണ്ടാമത് എഴുതി, പക്ഷെ ഞാൻ പാസ്സാവുമെന്ന് ഞാൻ ഉറപ്പിച്ച് വിശ്വസിച്ചു. ഞാൻ തോറ്റുപോയി. അത് ഒട്ടും മാർക്കില്ലാതെ ഭയങ്കര മാർക്ക് കുറവിൽ ഞാൻ തോറ്റു. ഭയങ്കര വിഷമമായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. ഒന്നാമത്തെ കാര്യം പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കണമെങ്കിൽ ഫീസ് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം ട്രാവലിന് എക്സ്പെൻസ്, അങ്ങനെ ഒത്തിരി പൈസയൊക്കെ മുടക്കും. നമുക്ക് ഈ ഇല്ലാത്തടത്തുനിന്ന്, എൻ്റെ ഹസ്ബൻഡ് ബസ് ഡ്രൈവറാണ്, അതിനകത്തുനിന്ന് ചുരുക്കി പിടിച്ചിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒത്തിരി പൈസയൊക്കെ നഷ്ടപ്പെടുകയാണ്. ഭയങ്കര വിഷമമായി. അപ്പോൾ ഇങ്ങനെ റിസൾട്ട് വന്ന് ഞാൻ ഒത്തിരി വിഷമിച്ച് മാറിയിരുന്ന് കരഞ്ഞ സമയത്ത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തന്നെ വിളിച്ചു. ഇതിൻ്റെ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ വന്നിട്ടുണ്ട്, 5 പേര് സെലക്ട് ആയതിൽ ഒരാൾ നീയാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അപ്പോൾ എനിക്ക് തോന്നി, എന്നെ അമ്മ ഉപേക്ഷിച്ചിട്ടില്ല, എൻ്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ ഉപേക്ഷിച്ചില്ല, ഞാൻ നിൻ്റെ കൂടെയുണ്ടെന്ന് അമ്മ എന്നെ കാണിച്ചു തരുന്ന പല അടയാളങ്ങളായിട്ട് എനിക്ക് ഇതിൻ്റെ തോന്നി തുടങ്ങി. അങ്ങനെ ഞാൻ മനസ്സ് വിഷമിക്കുന്ന പല അവസരങ്ങളിലും പല സാഹചര്യങ്ങളിലും ഇല്ല ഞാനുണ്ട് കൂടെ എന്ന് എൻ്റെ അമ്മ എനിക്ക് അടയാളം തരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാതാവ് നോട്ട് ബൈ മെരിറ്റ് വിത്ത് ഗോഡ് ഗ്രേസ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ച് ഞാൻ പറയാം. ഈ വരുന്ന എൻ്റെ എക്സാം പാസ്സായി, ഞാൻ ഫുൾ മൊഡ്യൂൾ എനിക്ക് കിട്ടി. ഈ വരുന്ന ഫെബ്രുവരി 12-ാം തീയതി ഞാൻ ജർമ്മനിക്ക് പോവുകയാണ്. എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് എൻ്റെ കൂടെ. അതിന് ഞാൻ പറഞ്ഞു, അമ്മേ തന്നെ പോകാം, പുതിയൊരു സ്ഥലമാണ്, ഞാൻ അറിയാത്ത ആൾക്കാരാണ്, എനിക്ക് എങ്ങനെ ഒന്നും എനിക്കറിയില്ല, ഭാഷ പഠിച്ചെന്നല്ലാതെ എന്നെക്കുറിച്ച് കൂടുതലായിട്ട് ഒന്നും അറിയത്തില്ല, എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന്. അവൾ നേരത്തെ പരീക്ഷ പാസ്സായതും അവളുടെ വിസ നേരത്തെ വന്നതാണെങ്കിലും എൻ്റെ ദൈവം എനിക്ക് കൂടെ കരുതിയതുപോലെ എൻ്റെ ഒപ്പം തന്നെ അവൾക്ക് പോരാനായിട്ട് അവളുടെ പേപ്പറുകളൊക്കെ ശരിയായി. ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത്. അതൊന്നും ഞാൻ എൻ്റെ കഴിവും കൊണ്ടോ എൻ്റെ മിടുക്കുകൊണ്ടോ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞാൻ അറിയാതെയും അറിയാതെ എൻ്റെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. എൻ്റെ കുടുംബങ്ങളിലൂടെ, എൻ്റെ മാതാപിതാക്കളിലൂടെ, എൻ്റെ സഹോദരൻ, എൻ്റെ ജീവിത പങ്കാളിയിലൂടെ. ഇത്രയൊക്കെ ഒരു യോഗ്യതയും ഇല്ലായിരുന്നിട്ടും എന്നെ അനുഗ്രഹിച്ച എൻ്റെ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഈ അൾത്താരയിൽ നിന്ന് ഒത്തിരി നന്ദി പറയുന്നു. ഈ നിമിഷം ഇവിടെ നിൽക്കാൻ എനിക്ക് ഭാഗ്യം തന്നതുപോലും എൻ്റെ തമ്പുരാൻ്റെ അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് കുറേ ആയിട്ട് പ്രാർത്ഥനകളൊക്കെ അങ്ങനെ ഒന്നും ഇല്ലാതെ മുടങ്ങിക്കിടക്കായിരുന്നു. കൊന്തയൊന്നും കൂടുതൽ ചെല്ലാതെ എല്ലാം ചൊല്ലി കൊന്തയും പ്രാർത്ഥനയൊക്കെ ചൊല്ലി വരുന്ന ഒരു കുട്ടിക്കാലം ഓരോ ഇതൊക്കെ ആയിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞ് കുറേ കഴിഞ്ഞ് ആ സമയമൊക്കെ ആയപ്പോൾ അതിനകത്തൊക്കെ പിന്നെ മുടക്കം സംഭവിച്ചു. മുടങ്ങിയൊക്കെ പോയായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഈ ഉടമ്പടിക്ക് ശേഷം
എനിക്കെൻ്റെ പ്രാർത്ഥന മുമ്പോട്ട് കൊണ്ടുവരാനും എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി പള്ളിയിൽ പോകാനും ഒക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ കുമ്പസാരിക്കാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. മറ്റുള്ളവർ ദൈവത്തെ കാണാനും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്യാനും മാതാവിനെക്കുറിച്ച് പറയാനും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അടുത്തൊരു അമ്മച്ചിമാരുടെ അഗതി മന്ദിരമുണ്ട്. ഞാൻ അവിടെ പോയി എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ അത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുമ്പോട്ടും എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഉണ്ടാകും, എന്നെ കൈവിടില്ല എന്ന് പൂർണ്ണ ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ. അതിനെന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇത്രയും എന്നെ അനുഗ്രഹിച്ച് എൻ്റെ തമ്പുരാൻ. ബിജി സാബു, ഞാൻ കണ്ണൂർ ജില്ലയിലെ പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരുന്നു. കർത്താവിന് നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കും. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ തിരുവൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുഗ്രഹിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയ്ക്ക് കോടാനുകൂടി നന്ദി പറയുന്നു. ഞാൻ 2023 ഓഗസ്റ്റ് 22 ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാനായിട്ട് ഇവിടെ വരുന്നത്. ഉടമ്പടി എടുക്കാനുള്ള കാരണം, എൻ്റെ ഒരു കൂട്ടുകാരി അതിനു മുൻപ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു പത്രം എൻ്റെ കയ്യിൽ കൊണ്ടുതരികയുണ്ടായി. ആ പത്രം വായിച്ചതിലൂടെ എനിക്കും ഉടമ്പടി എടുത്ത് മുന്നോട്ട് ജീവിച്ചു പോകണമെന്ന വലിയൊരു ആഗ്രഹം മനസ്സിലുണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു. ഇത് എൻ്റെ 6ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. എനിക്ക് 2 മക്കളുണ്ട്. അവർ 2 പേരും ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈശോ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അവരിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരിക്കും. ഞങ്ങളൊരു 10 വർഷമായിട്ട് വിൽക്കാനായിട്ട് ഉദ്ദേശിച്ചു കൊണ്ടിരുന്നൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരുപാട് അങ്ങ് താഴ്ചയിലുള്ളൊരു സ്ഥലമായിരുന്നു. വെള്ളം കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. വഴി നമ്മൾ എത്ര പ്രാവശ്യം വഴി വെട്ടിയാലും മഴ വരുമ്പോഴത്തേക്കും ആ വഴിയെല്ലാം മണ്ണിടിഞ്ഞ് വീണ് വണ്ടി ഇറങ്ങാൻ മേലാത്ത ഒരവസ്ഥയിലുള്ളൊരു സ്ഥലമായിരുന്നു. എൻ്റെ ജീവിത പങ്കാളിക്ക് 2 അറ്റാക്ക് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ഒരു ആശുപത്രി ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി ഇറങ്ങി താഴേക്ക് വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. 2ാമത്തെ പ്രാവശ്യം അറ്റാക്ക് വന്നപ്പോൾ നടന്ന് കയറി കുറച്ച് മുകളിലേക്ക് കയറി പോയിട്ടാണ് വണ്ടിയിൽ കയറി പോകേണ്ട ഒരവസ്ഥ വന്നത്. അപ്പോൾ ശ്വാസം മുട്ടിയിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കരുണ കൊണ്ടാണ് അന്ന് ആശുപത്രിയിൽ എത്തിക്കാനൊക്കെ സാധിച്ചത്. തൽഫലമായിട്ട് അന്ന് മുതലേ ഞങ്ങൾ ചിന്തിച്ചു കൊണ്ടിരുന്നതാണ്, ഈ സ്ഥലമൊന്ന് വിറ്റിട്ട് കുറച്ച് മുകളിലേക്ക് കയറി ഒരു വീട് വെച്ചിരുന്നെങ്കിൽ, റോഡ് സൈഡിലൊരു വീട് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾക്ക് വണ്ടി വരാനും എന്തെങ്കിലും ആശുപത്രി കേസ് കെട്ടുകളോ എന്ത് ആവശ്യത്തിനും ഒരു വലിയ ഉപകാരമാകുമായിരുന്നല്ലോ എന്ന് എപ്പോഴും മനസ്സിൽ വിചാരിക്കുകയായിരുന്നു. ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് കിട്ടിയ വിശുദ്ധ ഒപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടണേ മാതാവേ, അമ്മ ഈശോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന്. തൽഫലമായിട്ട് ഉടമ്പടി ഒപ്പിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം വിൽക്കുവാനായിട്ട് സാധിച്ചു. അതിലേറെ പ്രത്യേകമായിട്ട് ആ സ്ഥലം വിറ്റതിലൂടെ 23 വർഷമായിട്ട് വീടിന് വേണ്ടി, സ്ഥലത്തിന് വേണ്ടി ആഗ്രഹിച്ചിരുന്ന എൻ്റെ ഒരു അടുത്ത ബന്ധു ഉണ്ടായിരുന്നു. ആവശ്യ നേരത്ത് അവർക്കൊരു സ്ഥലം വാങ്ങിക്കാനായിട്ട് ആ വീട് വിറ്റ പൈസയുടെ കുറച്ച് കൊടുത്ത് സഹായിക്കാനായിട്ട് സാധിച്ചു. അമ്മയ്ക്കും ഈശോയ്ക്കും എനിക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടി നന്ദി പറയുകയാണ് ഞാൻ. വീടില്ലാതിരിക്കുന്ന അവസ്ഥയും വീടും സ്ഥലമൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥ നമുക്കറിയാമല്ലോ. അപ്പോൾ അതിലൂടെ നമുക്ക് അവരെ കുറച്ച് സഹായിക്കാനായിട്ട് സാധിച്ചു. കോടാനുകൂടി നന്ദി പറയുന്ന അമ്മയ്ക്കും ഈശോയ്ക്കും. അതോടൊപ്പം നമ്മൾ റോഡ് സൈഡിലേക്ക് കുറച്ച് സ്ഥലം വഹിക്കാനായിട്ട് ദൈവം കൃപ തന്നു. അവിടെ വീട് വെക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടൊരു കുഴലടിച്ചു കഴിഞ്ഞപ്പോൾ 500 അടി താഴ്ചയിൽ കുഴലടിച്ചതിന് ശേഷവും ഈ പാറപ്പൊടി തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്. അവസാനം 500 അടി ഏകദേശം 85,000 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി. അതോടുകൂടി ആ കിണറിൻ്റെ പണി അവിടെ നിർത്തിവെച്ചു. ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ പാറപ്പൊടി മാത്രം വന്നുകൊണ്ടിരുന്ന ആ കിണറ്റിൽ ഞാൻ വിശുദ്ധ ഒപ്പിട്ട് അന്ന് തന്നെ പോയി ഒപ്പിട്ട് പ്രാർത്ഥിച്ചു, വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. തൽഫലമായിട്ട് ഞാൻ പൂർണ്ണമായി ഉറച്ച് വിശ്വസിക്കുന്നു. പിറ്റേന്ന് മുതൽ അതിനകത്ത് ഏതായാലും ആ കുഴൽക്കിണർ അടിച്ചവർ വന്ന് പറഞ്ഞു, നമുക്ക് ആ പൈപ്പെങ്കിലും ഊരിയെടുക്കാം, അപ്പോൾ നിങ്ങൾക്കൊരു 10,000-40,000 രൂപയെങ്കിലും അതുവഴി കിട്ടുമല്ലോ എന്ന്. പക്ഷേ അമ്മ മാതാവ് ആ പൈപ്പ് ഊരിയെടുക്കാനായിട്ട് അനുവദിച്ചില്ല. ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ മനസ്സിലിങ്ങനെ പ്രേരണ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് പിറ്റേ ദിവസം മുതൽ അതിനകത്ത് വെള്ളം വരാൻ തുടങ്ങി.
നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഈശോ തരുന്നുണ്ട്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊള്ളുന്നു. പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് പത്രം, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം എല്ലാ മാസവും തന്നെ പത്രം ഞങ്ങൾ വരുത്താറുണ്ട്. ഞാനും എൻ്റെ മോളും വീട്ടിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടിയിലാണ്. മൂത്ത മകൾ അയർലൻഡിലാണ്. അവൾ ഞങ്ങൾക്ക് കിട്ടുന്ന പത്രങ്ങൾ ആശുപത്രികൾ, പാലിയേറ്റീവ് സെൻ്ററുകൾ, വീടുകൾ, കടകൾ, ഓട്ടോറിക്ഷക്കാർ, ഇവർക്കെല്ലാം നമ്മൾ പത്രം എത്തിച്ചു കൊടുക്കാറുണ്ട്. നമ്മുടെ ജീവിതാനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. പത്രം കൊടുക്കുമ്പോൾ ചിലർ പറയും എനിക്ക് പത്രം വേണ്ട എന്ന് പറയും. പക്ഷേ അതിനകത്തൊരു സങ്കടമൊന്നും തോന്നാറില്ല. ആവശ്യക്കാരെ നമ്മുടെ മുൻപിൽ ഈശോ എത്തിച്ചോളും. ജോസഫ് അച്ഛൻ ഇവിടെ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ഈ ഗവൺമെൻറ് ആശുപത്രികളിൽ കൂടി പോയി രോഗികളെ കാണുക, അവർക്ക് പത്രം കൊടുക്കുക. ശരിക്കും നമ്മൾ പോയപ്പോഴാണ് അതിൻ്റെ നിജസ്ഥിതി അറിയുന്നത്. അവർ ഇങ്ങനെ ആരെങ്കിലും മാതാവിൻ്റെയോ അല്ലെ ഈശോയുടെ കാര്യങ്ങളുമായിട്ട് അവരുടെ അടുത്തെത്തുവാനായിട്ട് ഒത്തിരി പേര് ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും എൻ്റെ അനുഭവത്തിലൂടെ പറയുകയാണ്, നമ്മൾ ഗവൺമെൻറ് ആശുപത്രികളിൽ കൂടെ പോയിട്ട് രോഗികളെ കാണുകയും അവർക്ക് പത്രവിതരണം നടത്തുകയൊക്കെ ചെയ്യണമെന്നുള്ളത് എൻ്റെ ഒരു ബോധ്യത്തിൽ നിന്ന് പറയുകയാണ്. പിന്നെ ആത്മീയമായിട്ട് ഒരുപാട് വളരുവാനായിട്ട് സാധിച്ചു. ഞാൻ 33 വർഷമായിട്ട് സൺഡേ സ്കൂളിൽ അധ്യാപികയായിട്ട് പ്രവർത്തനം ചെയ്യുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ ഗാനങ്ങൾ ആലപിക്കാൻ സഹായിക്കാറുണ്ട്. എൻ്റെ മരണം വരെ എനിക്കാവുന്നിടത്തോളം കാലം എനിക്ക് ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിച്ചു കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികൾ, അനാഥാലയങ്ങൾ, ഗവൺമെൻറ് ആശുപത്രികൾ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾക്ക് ഭക്ഷണം ഉണ്ടാക്കി, ഞാനും എൻ്റെ മോളും കൂടെ ഭക്ഷണം ഉണ്ടാക്കി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് അനാഥാലയങ്ങളിൽ എത്തിക്കാറുണ്ട്. ആശുപത്രികളിൽ പൊതിച്ചോറ് ഞാനും എൻ്റെ മോളും കൂടെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അവിടെയെല്ലാം വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് മാതാവിൻ്റെ അനുഭവം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ അനാഥാലയങ്ങളിലൊക്കെ പോയി അമ്മച്ചിമാരെ കുളിപ്പിക്കുക, അവിടെ വൃത്തിയാക്കി കൊടുക്കുക. ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുഞ്ഞുങ്ങളുടെ സെൻ്ററുകളിൽ കൂടി പോയിട്ട് അവരുടെ വസ്ത്രങ്ങളൊക്കെ അലക്കി കൊടുക്കുക. ഞങ്ങൾ ഉടമ്പടി എടുത്ത കുറച്ച് പേര് കൂടി ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് പോകും. അവിടെ ചെന്ന് അവർക്ക് പാകം ചെയ്ത് അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അവർക്ക് വിളമ്പിക്കൊടുത്ത് സന്തോഷത്തോടുകൂടി തിരിച്ചു പോരാറുണ്ട്. സാമ്പത്തികമായിട്ട് അനാഥാലയങ്ങളിലും രോഗികൾക്കുമൊക്കെ അർഹതപ്പെട്ടവരെ മാതാവ് നമ്മുടെ മുന്നിൽ എത്തിക്കും കേട്ടോ. അപ്പം അർഹതപ്പെട്ടവർക്കൊക്കെ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. ആത്മീയ ജീവിതം ഇവിടുന്ന് പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടിയിൽ നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങൾ പരമാവധി തന്നെ പാലിച്ചു പോകുന്നു. ബൈബിൾ വായിക്കാറുണ്ട്, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്, മാസത്തിലൊരിക്കൽ കുമ്പസാരിക്കാറുണ്ട്. പിന്നെ ജീവിത പങ്കാളിയും കുറേ അധികമായിട്ട് വിശ്വാസ ജീവിതത്തിലേക്ക് നമ്മുടെ ജീവിതം കാണുമ്പോൾ അവർക്കും കൂടെ തോന്നുമല്ലോ കുറച്ചുകൂടെ വിശ്വാസ ജീവിതത്തിലേക്ക് തിരിച്ച് വരണമെന്നുള്ളത്. അദ്ദേഹത്തിനും ആത്മീയമായിട്ട് കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകൂടി നന്ദി. എൻ്റെ പേര് ഷിജി ജെയിംസ്. ഞാൻ വയനാട്ടിൽ തേറ്റമലയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ മേരി സെബാസ്റ്റ്യൻ. അമ്മ വയനാട് പോരൂരിൽ നിന്ന് സ്ഥലത്ത് വരുന്നു. ഇതെൻ്റെ ചാച്ചൻ സെബാസ്റ്റ്യൻ. എൻ്റെ ചാച്ചനും അമ്മയും ഞങ്ങളെല്ലാവരെയും കെട്ടിച്ചു വിട്ടതിന് ശേഷം ഒരു ലോൺ എടുക്കുകയുണ്ടായി ബാങ്കിൽ നിന്ന് 8 ലക്ഷം രൂപയോളം. അത് അവർ പശുവിനെ വളർത്തിയാണ്, ഒരു 5-8 പശു ഉണ്ടായിരുന്നു. അപ്പോൾ വളർത്തിക്കൊണ്ട് വരുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ചാച്ചന് സ്ട്രോക്ക് വരികയും ഈ കട അവർക്ക് വീട്ടാൻ പറ്റാണ്ട് അത് ഓവർഡി ആവുകയും ചെയ്തു. അത് ഏകദേശം 14.5 ലക്ഷത്തോളം പലിശ കയറി വന്നു. ഒരു തരത്തിൽ അവർക്ക് വീട്ടാൻ പറ്റാണ്ടായി. അങ്ങനെ നിൽക്കുമ്പോൾ ഞങ്ങൾ 2022 ഒക്ടോബർ 16-നാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അമ്മച്ചി അതുപോലെ 2022 ഡിസംബറിലും വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ അനിയത്തിമാരും വന്നിരുന്നു. ഞങ്ങളെല്ലാവരും ഉടമ്പടിയിൽ ഈ നിയോഗവും വെച്ചിരുന്നു. പക്ഷെ വെച്ച നിയോഗങ്ങളെല്ലാം ഞങ്ങൾക്ക് മാതാവ് നടത്തി തന്നു. പക്ഷെ ഇത് മാത്രം ഞങ്ങൾക്ക് വന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഓരോരുത്തരുടെ വലിയ വലിയ കടങ്ങളൊക്കെ പറയുമ്പോഴും ഞങ്ങൾ വിചാരിക്കും ഞങ്ങൾക്ക് ഇത്രയേ ഉള്ളല്ലോ മാതാവേ, എന്നിട്ട് എന്താ അതൊന്ന് വീട്ടിൽ തരാത്തേന്ന്. അപ്പോൾ 2022, 23, 24 കഴിഞ്ഞപ്പോൾ അമ്മച്ചി ഞങ്ങളെല്ലാം ചാച്ചനൊക്കെ പറയാൻ തുടങ്ങി, ചിലപ്പം മാതാവ് നമ്മളിൽ വേറെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും. ഞങ്ങളുടെ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇരുന്നത്. സ്ഥലം വിൽക്കാനാണ് ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചത്. ചാച്ചൻ്റെ അമ്മയുടെയും പേരിലുള്ള സ്ഥലം വിറ്റ്
ആ കടം വീട്ടിയതിന് ശേഷം ബാക്കി ഇവർക്കൊരു 10 സെൻറ്റ് സ്ഥലം വീടും എവിടെയെങ്കിലും ആക്കി കൊടുക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ആ സ്ഥലം വിൽക്കാനോ ആ സ്ഥലം എടുക്കാൻ ആരെങ്കിലും വരുമോ, വന്നാൽ തന്നെ ഒരു പൈസ പറയുകയാണെങ്കിൽ തന്നെ നമുക്കത് ഒക്കില്ല. നമ്മൾ പറയുന്ന പൈസ അവർക്കും പറ്റും. ഇനി അഥവാ അവർ പറഞ്ഞാൽ തന്നെ അഡ്വാൻസ് ഒന്നും തരാണ്ട് അവർ പോകും. പിന്നെ നമ്മളവരെ കാണുന്നുണ്ടാവില്ല. അങ്ങനെ 22, 23, 24 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അമ്മ മാതാവ് ചിലപ്പം നമ്മൾക്ക് വേറെ എന്തെങ്കിലും കാണുന്നുണ്ടാവും, സ്ഥലം വിൽക്കാണ്ട് ചിലപ്പോൾ എഴുതി തള്ളാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നല്ലത് കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ പക്ഷേ ഈ 2022 തൊട്ട് ഇന്ന് വരെ ഞാനും അമ്മച്ചിയും അനിയത്തിമാരെല്ലാം ഉടമ്പടി പുതുക്കിക്കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മുടക്കം വരുത്തിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കഴിഞ്ഞ ജനുവരി 13 മറ്റേ ബാങ്കുകാർ അതിനിടയിൽ വരും ഇവരുടെ അടുത്ത്. ഞങ്ങളാരും ഇല്ലല്ലോ, ഇവരുടെ അടുത്ത് വന്നിട്ട് പക്ഷേ ബാങ്കുകാർ നല്ല രീതിയിലാണ് ഇവരോട് പെരുമാറുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടൊന്നും പറയാറില്ല. ഇവർക്ക് 2 ചാച്ചൽ സ്ട്രോക്ക് വന്നത് അവർക്കറിയാം. അമ്മച്ചി ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ അവർ ഇവരോട് നല്ല രീതിയിലാണ് പെരുമാറില്ല. ഒരു ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവസാനം അവർ ജനുവരി 13 മറ്റേ ചാച്ചൻ്റെ അമ്മേൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു സ്കീമുണ്ട്, ഒറ്റ തീർപ്പാക്കലാണ്, നിങ്ങൾക്ക് പലിശ വേണമെങ്കിൽ എഴുതി തള്ളിത്തരാം, ബാക്കി മുതൽ 8 ലക്ഷം രൂപ അടയ്ക്കാൻ. അപ്പോഴും ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങൾക്ക് സ്ഥലം വിൽക്കാണ്ട് ഒരു നിവൃത്തിയില്ല സാറേ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എങ്ങനെയൊന്നും അറിയത്തില്ല, അവരങ്ങനെ പറഞ്ഞെങ്കിലും പിന്നെ ഞാൻ പറയുമായിരുന്നു, ഈശോയെ നിൻ്റെ അടുത്ത് എന്തോരം പൈസയാണുള്ളത്, ഞങ്ങൾക്ക് ഇച്ചിരി തരാൻ നിനക്ക് പറ്റുമല്ലോ, ഞങ്ങൾക്ക് വേറെ ആരും സഹായിക്കാനില്ല, നീ മാത്രമേ ഞങ്ങൾക്ക്, നിങ്ങൾ രണ്ടുപേരും ഈശോയും അമ്മയും മാത്രമേ ഉള്ളൂ ഞങ്ങൾക്കിന്ന്, എന്തോരം പൈസയുണ്ട് നിൻ്റെ കയ്യിൽ നിന്ന്. പക്ഷേ എവിടുന്നാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഈ ജനുവരി 25-ാം തീയതിക്കുള്ളിൽ അടയ്ക്കാൻ അല്ലെങ്കിൽ 31 വരെ അവർ അവധി തന്നു. പക്ഷെ ഞങ്ങൾക്ക് 22-ാം തീയതിക്കുള്ളിൽ 8 ലക്ഷം രൂപയും ഞങ്ങൾ അടച്ച് ആധാരം കൈ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ആധാരം ഞങ്ങളുടെ 10 വർഷമായിട്ട് ഈ ആധാരം ബാങ്കിലായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. പക്ഷേ ഓരോ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നിന്ന് ഉടമ്പടി പുതുക്കി പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയും ഞാനും ഈ മാതാവിൻ്റെ നേരെ നോക്കിയിട്ട് പറയുമായിരുന്നു, ഇതുപോലെ സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അടുത്ത പ്രാവശ്യമെങ്കിലും വരുത്തി തരണേന്ന്. പക്ഷേ ഞങ്ങൾ കൊതിയോടുകൂടി പോയിട്ടുണ്ട് സാക്ഷ്യം പറയാം. പക്ഷെ അമ്മ മാതാവ് അത് നടത്തി തരാണ്ടിരുന്നതിന് വേറൊരു കാരണം എന്താ വെച്ചാൽ, ഞങ്ങൾ അന്ന് ഞങ്ങളുടെ സ്ഥലത്തിനൊക്കെ 26 ലക്ഷം പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ 26 ലക്ഷം രൂപയും ഞങ്ങൾക്ക് അവർ തന്നു പോകുമ്പോൾ ഞങ്ങൾ ആ 14.5 ലക്ഷം രൂപയും ബാങ്കിൽ കൊണ്ട് അടയ്ക്കുമായിരുന്നു. ബാക്കി എത്രയുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ കാലത്തൊരു വീട് സ്ഥലം കിട്ടണമെങ്കിലൊക്കെ ഒത്തിരി പാടാണ്. പിന്നെ ചാച്ചനും അമ്മയും നന്നായിട്ട് അധ്വാനിച്ച് ജീവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് പണിയെടുക്കാൻ സ്ഥലം വേണ്ടിയും വരും. അപ്പോൾ അവർക്ക് ഈ 10 സെൻറ്റ് സ്ഥലമൊന്നും ഒരാഴ്ച കഴിയുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവും. എങ്ങനെയാണെങ്കിലും ഞങ്ങളുടെ കടം വീട്ടി ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഏറ്റവും വലിയൊരു സ്വപ്നമായിട്ട് അമ്മയും ഈശോയും ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. ഞാനിതിവിടെ കയറി വന്ന് സാക്ഷ്യം പറയുന്നത് 2ാമത്തെയാണ്. ആദ്യം ഞാൻ എൻ്റെ മോനുമായിട്ട് കയറി സാക്ഷ്യം പറഞ്ഞിരുന്നു. ഇനി ഞാൻ ഉടമ്പടിയിലൂടെ ഇനി ഒരുപാട് കാലം പോവുകയും ചെയ്യും. എന്നെ കൊണ്ടാവുന്നത്രയും കാലം നമ്മുടെ ഒരു ആരോഗ്യമുണ്ടല്ലോ, ആരോഗ്യത്തിൻ്റെ അത്രയും കാലം എനിക്കിവിടെ ഉടമ്പടി എടുക്കാൻ വരണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അത് അമ്മ മാതാവും ഈശോയും എനിക്ക് നടത്തി തരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ പേര് മേരി സെബാസ്റ്റ്യൻ. ഞാൻ വയനാട്ടിൽ നിന്ന് വരുന്ന. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ 6 വർഷമായി ഞാൻ എൻ്റെ നടുവിനും കാലിനും മുട്ടും തേയ്മാനം കാരണം ഒരടി പോലും നടക്കാൻ പാടില്ലാതെ വേദന കൊണ്ട് സഹിക്കത്തില്ലായിരുന്നു. ഡോക്ടറെ അടുത്ത് വരുമ്പോൾ ഡോക്ടർ പറഞ്ഞു 2 കാലിൻ്റെ മുട്ടിനും തേയ്മാനമാണ്, നട്ടെല്ലിനും തേയ്മാനമാണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നടയിറങ്ങരുത്, കയറ്റം കയറരുത്, 5 കിലോ പോലും തലയിൽ വെക്കരുതെന്ന്. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോകാനുള്ള അനുഗ്രഹം മാത്രം കിട്ടിയാൽ മതിയെന്ന്. അമ്മയും ഞാനും കൂടെ കൂടി ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം തൂത്ത് ഞാൻ പള്ളിയിൽ പോവുകയും ചെയ്യും. പുല്ല് ചെത്താൻ ഇറങ്ങുമ്പോൾ ഞാൻ അമ്മയോട് പറയും അമ്മയുടെ കാലിന് മുട്ട എനിക്ക് തരണം, എനിക്ക് മുട്ടില്ലാന്ന്. അങ്ങനെ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. 10, 25, 30 കിലോ ഉള്ള പുല്ലും എടുത്ത് ഞാൻ കുന്നു കയറി വന്നു. ഇന്ന് വരെ അമ്മ എന്നെ വീഴിക്കുവാട്ടെ, ഇന്ന് അടിയിൽ ഇരുത്തുവാട്ടെ ചെയ്തിട്ടില്ല. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞങ്ങളുടെ കാര്യപ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഹോസ്പിറ്റലും ഒരു ഓൾഡ് ഏജ് ഹോമും കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ അമ്മച്ചിമാരുടെ കൂടെ പോയി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ എന്നെക്കൊണ്ട് പറ്റും പോലെ ഞാൻ പാവങ്ങൾക്ക് പൈസ കൊടുത്ത് സഹായിക്കും. എല്ലാ ദിവസവും പള്ളിയിൽ പോവും, ബൈബിൾ വായിക്കും, കൊന്ത എത്തിക്കും. ആദ്യമൊക്കെ ഞാൻ സീരിയൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു, അത്യാവശ്യം ജോലി കഴിഞ്ഞു വന്നാൽ. ഇപ്പം ഞാൻ സീരിയലുകളെല്ലാം ഒഴിവാക്കി എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും വേണ്ടി എങ്ങനെ ജീവിക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് പ്രാർത്ഥന എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ. ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ മുന്നോട്ട് അങ്ങനെ പോകണമെന്നാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം.
എൻ്റെ അമ്മച്ചീനെ പോലെ, എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ അവർക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കൊണ്ടുപോയി മാനന്തവാടി ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി ചോറ് വാങ്ങിക്കൊടുക്കുകയും അമ്മച്ചി ഓരോരുത്തരോട് പറഞ്ഞു വിടും, എനിക്കും ഒരു കെട്ട് കൃപാസനത്തിൽ നിന്ന് പേപ്പർ കൊണ്ടുവരണമെന്ന് പറയും. അപ്പോൾ ഓരോരുത്തർ വരുമ്പോൾ അമ്മച്ചി കൊണ്ടു കൊടുക്കും. അമ്മച്ചി അത് എനിക്കും തരും. ഞങ്ങളെല്ലാവർക്കും അങ്ങനെ പേപ്പറുകൾ കൊടുക്കും. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ സാക്ഷ്യങ്ങൾ അവരെ പറയുകയും ചെയ്യും. അപ്പം ഞാൻ അമ്മച്ചിയോട് പറയായിരുന്നു, അമ്മച്ചി എന്നേക്കാളും ഒക്കെ ഞങ്ങളെക്കാളും ഒക്കെ എത്ര കൂടുതലാണ് അമ്മച്ചി ഓരോ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് എന്തായാലും അമ്മച്ചിയുടെ ഈ കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നത് കാണുമ്പോൾ മാതാവ് നമ്മളെ അനുഗ്രഹിക്കാണ്ടിരിക്കൂല എന്ന് പറയുമായിരുന്നു. അത്രത്തോളം അമ്മച്ചി. പിന്നെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അമ്മച്ചിക്കും. അവിടെ അമ്മച്ചി പോയി കുളിപ്പിക്കുകയും പറക്കുകയും ചെയ്യും. എൻ്റെ അമ്മച്ചിക്ക് 68 വയസ്സായി. അന്നുപോലെ അമ്മച്ചി പോയി അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുക്കുകയും പറക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം നമുക്ക് വൈകി പോകുന്നുണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട, അത് മാതാവ് നല്ലതിലേക്ക് കൊണ്ടുപോകുന്നുള്ള ഏറ്റവും വലിയ സാക്ഷികളായിട്ട് ഞങ്ങൾ നിൽക്കുന്നു. എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ സമർപ്പിക്കുന്നു. എൻ്റെ പേര് നിതില ലൈബൻ. ഞാൻ വൈപ്പിൻ കുരിശിങ്കൽ പള്ളി ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് ലൈബൻ. എൻ്റെ മൂത്ത കുട്ടിയാണ് ഇസിഡോറ. ഇത് ഹസ്ബൻഡിൻ്റെ മമ്മി. രണ്ടാമത്തെ കുട്ടി ഇസഹാക്ക്. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് മാർച്ച് മാസം 2025 ആണ്. എനിക്ക് കൃപാസനത്തെക്കുറിച്ച് കഴിഞ്ഞ 9 വർഷങ്ങളായിട്ട് അറിയാം. ഞങ്ങളിവിടെ മൂത്ത കുട്ടിയായിട്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. തപസ് ധ്യാനമൊക്കെ കൂടിപ്പോയവരാണ്. ഈ കാലഘട്ടം അത്രയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം മൂലം, കൃപാസന അമ്മയുടെ മാധ്യസ്ഥം മൂലം ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ആദ്യമേ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് പരിപൂർണമായി പൂർണ്ണ മനസ്സോടുകൂടെ തന്നെ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നേടുത്തുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഞാനിവിടെ ഉടമ്പടിയെക്കുറിച്ച് എനിക്ക് നന്നായി ബോധ്യമുണ്ടായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ഉടമ്പടി എടുക്കാനുള്ള ഒരു പ്രേരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഒരു ജോലിയിൽ കയറുന്നത്. ജോലിയിൽ കയറി ഒരു 6 മാസത്തോളം ഞാൻ എൻ്റെ പരിപൂർണമായി എൻ്റെ കഴിവിനെ ആശ്രയിച്ചുകൊണ്ട് ഞാൻ ആ ജോലിയിൽ തുടരാൻ ആഗ്രഹിച്ചു. അതിൽ സക്സസ് ഉണ്ടാകും, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ആ പ്രോസസ്സ് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള ഇതിൽ ഞാൻ മുന്നോട്ട് പോയി. പക്ഷേ എനിക്ക് പരാജയമായിരുന്നു, വൻ പരാജയമായിരുന്നു. ഒരു കാരണവശാലും എനിക്കതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ആ ഒരു അവസ്ഥയിൽ ആകെ മാനസികമായി വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്നീട് ഞാൻ രണ്ടാമതും കൃപാസനത്തിലെ സാക്ഷ്യങ്ങളെക്കുറിച്ച് പിന്നെയും കാണാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്ക് മനസ്സിലൊരിതുണ്ടായി, ഞാനന്ന് കൃപാസനത്തിൽ വന്ന് ഒരു ദിവസം ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവിടെ അന്ന് എനിക്കൊരു പ്രേരണയുണ്ടായത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം. അങ്ങനെ പിറ്റേ ദിവസം തന്നെ ഞാൻ രണ്ടാമത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായത്. ഉടമ്പടി എടുത്ത് 3 മാസം കാലയളവിൽ എന്നെക്കൊണ്ടാവുന്ന വിധം ഞാൻ ഉടമ്പടി പാലിക്കാൻ ശ്രമിച്ചു. പക്ഷേ അതിൽ ഞാൻ ഉടമ്പടി നിയോഗങ്ങളിൽ വെച്ച കാര്യങ്ങൾ, എൻ്റെ ജോലി മേഖല ഉൾപ്പെടെ വലിയ മാറ്റങ്ങളൊന്നും ഞാൻ കണ്ടില്ല. അങ്ങനെ ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വന്ന ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങൾ എന്തെങ്കിലും നടന്നോ? അപ്പോൾ എനിക്കും അതൊരു സെൽഫ് ഇവാലുവേഷൻ ആയിരുന്നു. എന്തുകൊണ്ട് നടന്നില്ല? എല്ലാവരും ഒത്തിരി പേര് ഇവിടെ സാക്ഷ്യം പറയുന്നുണ്ട്, എൻ്റെ കാര്യം എന്തുകൊണ്ട് നടന്നില്ല? ഞാൻ എന്നാലും പുതുക്കിയിട്ട് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗങ്ങളിൽ പതിയെ മാറ്റങ്ങൾ ഞാൻ കണ്ടു. അന്ന് എന്നെ വരാൻ കാരണമായിട്ടുണ്ടായിരുന്ന എൻ്റെ ജോലി മേഖലയിൽ ഞാൻ എങ്ങനെയെന്നൊന്നും അറിയില്ല, ചെയ്ത കാര്യങ്ങളിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഞാൻ എൻ്റെ ജോലി മേഖലയിൽ, എൻ്റെ ഓഫീസിലെല്ലാം ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, അല്ലെങ്കിൽ സഞ്ചാരി മാതാവ് എന്നൊക്കെ ഞാൻ ഇവിടെ പല സാക്ഷ്യങ്ങളിലും കേട്ടിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് ഏറ്റുപറയാനുള്ളൊരു മനസ്സൊരുക്കം എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അതെല്ലാം ഞാൻ ഏറ്റുപറഞ്ഞ് നിയോഗത്തിൽ രാവിലെയുള്ള ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ മുടങ്ങാതെ കൂടി ആ സമയങ്ങളിൽ എന്താണോ എനിക്കുള്ള തടസ്സം, അവിടെയുള്ള ബോട്ടിലിനൊക്കെ എനിക്ക് മാറ്റിത്തരണം എന്ന് പരിശുദ്ധ അമ്മയോട് പ്രത്യേക മാധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി തന്നെ പിന്നീടുള്ള മാസങ്ങളിലെല്ലാം ടീം എങ്ങനെയാണ് പെർഫോം ചെയ്തിരുന്നത് അതുപോലെ തന്നെ പെർഫോം ചെയ്തെങ്കിലും സക്സസ് നമ്പേഴ്സ് നമ്മൾ അറിയാതെ തന്നെ കയറി, ടാർഗറ്റ്സ് എല്ലാം മീറ്റ് ആവാൻ തുടങ്ങി, ടീം സ്ട്രീം ലൈൻഡായി, നല്ലൊരു സ്ട്രക്ചറിൽ വീണു, സക്സസ് കാണാൻ തുടങ്ങി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കഴിഞ്ഞ 2025 ഏറ്റവും ബെസ്റ്റ് മാനേജർ എന്നുള്ള ഒരു റെക്കഗ്നിഷൻ കമ്പനി എനിക്ക് തന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ ആ കമ്പനി ഈ പ്രോസസ്സ് എങ്ങനെയാണ് താൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ചോദിച്ച് ഇടത്തു നിന്നും അങ്ങനെ ഒരു റെക്കഗ്നിഷൻ കമ്പനി എനിക്ക് തരാൻ അതിനുള്ള അവസരങ്ങളും അതിനുള്ള കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്തിൽ എനിക്ക് ഒരുക്കി തന്നു. അതിന് അമ്മയ്ക്ക് ഒത്തിരി നന്ദി. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം.
രണ്ടാമത്തേത് എൻ്റെ മോളെ പ്രതിയാണ്. മോള് 7.5 വയസ്സ് കഴിഞ്ഞ് 7.25 വയസ്സായി. മോൾക്ക് വെസ്റ്റ് സിൻഡ്രം എന്നുള്ളൊരു മെഡിക്കൽ കണ്ടീഷനുള്ളൊരു കുട്ടിയാണ്. തുടർച്ചയായിട്ടുള്ള ഫിറ്റ്സ്, സീജർ വരുന്നൊരു കണ്ടീഷനാണ്. ഈ പ്രായമുണ്ടെങ്കിലും 1 വയസ്സിൻ്റേതായിട്ടുള്ളൊരു തിരിച്ചറിവോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ അങ്ങനെയുള്ള ബോധ്യം അല്ലെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു അവസ്ഥ അവൾക്കില്ല. നമുക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരുത്തണമെങ്കിൽ അവളെ ഫോഴ്സ്ഫുള്ളി തന്നെ ഇരുത്തണം, അതല്ലാതെ നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കി ഇരുത്താൻ പറ്റില്ല. അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഞാനിവിടെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഇവളുടെ സീജറിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ മനസ്സിൽ ഭയമുണ്ടായൊരു സമയം ഉണ്ടായിരുന്നു. ഇവളെ നഷ്ടപ്പെടുമോ, അതുപോലെ സീഷറിൻ്റെ പാറ്റേൺസ് മാറി വന്നു, പലതരത്തിലുള്ള സീഷർ വന്നു. മോൾ ആകെ തളർന്നു. നടന്നു വന്നതാണ് ആൾ, പക്ഷെ നടക്കാത്തൊരവസ്ഥയിലെത്തി. ആകെ ആളിലൊരു മാറ്റം കണ്ടപ്പോൾ ഞങ്ങൾ തിരിച്ച് അമൃതയിലാണ് ഇവളുടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നത്. അമൃതയിൽ കൊണ്ടുപോവാണ്. അമൃതയിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു നമുക്കൊന്ന് EG MRI റിപ്പീറ്റ് ചെയ്യണം. പക്ഷേ ഒരു EG അല്ലെങ്കിൽ ഒരു MRI ഇവൾക്ക് എടുക്കുമ്പോൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നതാണ് നമുക്കൊരു MRI അനസ്തേഷ്യ ഇല്ലാതെ എടുക്കാൻ പറ്റില്ല, ആൾ കിടക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് EGയും 24 മണിക്കൂറിൻ്റെ EG ആണ്. ഒരു കട്ടിലയിൽ ഇത്രയും വയറൊക്കെ തലയിൽ പിടിപ്പിച്ച് നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്യണമെങ്കിൽ ആളത്രയും നമുക്ക് ഇത് വേണം, ആളവിടെ ഇരിക്കണം. അപ്പോൾ അവർ പറഞ്ഞു സെഡേഷനോട് കൂടെ തന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനൊരു കാര്യം സ്കെഡ്യൂൾ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ അമൃതയിലേക്ക് പോകുന്നത്, ഡേറ്റ് കൺഫേം ചെയ്യുന്നത്. അതിനു മുന്നായി ഞാനിവിടെ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു. ഈ ഒരു നിയോഗം പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ് മേടിപ്പിച്ചു. ബ്ലെസ്സിങ് മേടിച്ചിരുന്നു. ബ്ലെസ്സിങ് മേടിച്ചതിന് ശേഷമാണ് ഞങ്ങൾ അമൃതയിലേക്ക് മോളെയും കൊണ്ട് അപ്പോയിൻമെൻറ്റ് ചെല്ലുന്നത്. അങ്ങനെ അവിടെ ചെല്ലുന്നു. ഞങ്ങൾ EGക്ക് വേണ്ടി അഡ്മിറ്റ് ആകുന്നു. മോളിൽ എന്താണ് സംഭവിക്കുന്നതെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ അവിടെയും ഉടമ്പടി വസ്തുക്കൾ ഞാൻ എല്ലാം ഉപയോഗിച്ചിരുന്നു. എവിടെയാണ് മോള് കിടന്നിരുന്നത് അവിടെ ഉപ്പ് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഞാനിട്ടു. മോൾക്ക് ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു, തേൻ കൊടുത്ത് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. ഇതെല്ലാം ഞാൻ ചെയ്തിരുന്നു. 24 മണിക്കൂർ മോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ, ഒരു സെഡേഷൻ പോലും ഇല്ലാതെ 24 മണിക്കൂർ അവൾ ആ കട്ടിലിരുന്ന്. അവർക്ക് 8 hours സ്ലീപ്പ് വേണമായിരുന്നു, സ്ലീപ്പിംഗ് ടൈമിൽ വേണമായിരുന്നു, അതല്ലാത്ത സമയം അവൾക്ക് ആക്റ്റീവ് ടൈം വേണമായിരുന്നു. ഇതെല്ലാം മോൾ സഹകരിച്ചു. എങ്ങനെയെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ പരിശുദ്ധ അമ്മ അവിടെയുണ്ട്, ഞങ്ങളോട് കൂടെ ഉണ്ട് എന്നുള്ളതിന് അടയാളമായി. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ 24 hour EG കഴിഞ്ഞു. ഇപ്പം നെക്സ്റ്റ് കടമ്പ എന്ന് പറയുന്നത് അനസ്തേഷ്യയോട് കൂടിയിട്ടുള്ളൊരു MRI ആണ്. അപ്പോൾ ഇവളിങ്ങനെ മോൾ ഇതിനോട് വളരെയധികം സഹകരിച്ചുകൊണ്ട് ഡോക്ടേഴ്സ് തന്നെ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് അനസ്തേഷ്യ വേണ്ട, നമുക്ക് ആളെ ജസ്റ്റ് ഒരു ഓറൽ സെഡേഷൻ കൊടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. പക്ഷേ അവർ നിങ്ങൾ ഹോപ്പ് വെക്കേണ്ട, കാരണം ഈ ഓറൽ സെഡേഷൻ കൊടുത്താൽ 6 മാസമുള്ള കുട്ടി പോലും ചിലപ്പോൾ ഉറങ്ങാറില്ല. അപ്പോൾ 7.25 വയസ്സുള്ളൊരു കുട്ടി MRI പോലുള്ള ഒരു പ്രൊസീജിയറിന് അങ്ങനെ സഹകരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അത്ര സൗണ്ടാണല്ലോ MRI. ഒരു പ്രാവശ്യമെങ്കിലും എടുത്തവർക്കറിയാം, നല്ല സൗണ്ടാണ് MRI മുറിയിൽ. അങ്ങനെ അവരത് അങ്ങനെ ഒരു കാര്യം ചെയ്തു. അപ്പോൾ അതിനുള്ള പെർമിഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ നമ്മൾ MRI മുറിയിലേക്ക് ഇവൾക്ക് ഓറൽ സെഡേഷൻ കൊടുത്തു. ഫസ്റ്റ് ട്രയൽ ഓറൽ സെഡേഷൻ കൊടുത്തെങ്കിലും അവൾ ഒട്ടും സഹകരിച്ചില്ല. അവിടെ ചെന്ന് നമ്മൾ MRI റൂമിൻ്റെ പുറത്ത് നിൽക്കുമ്പോൾ ഇവൾ എണീറ്റു. അപ്പോൾ ആ സമയത്ത് ഞാൻ ആകെ വിഷമിച്ചു, കാരണം അപ്പോഴും ഞാൻ MRI റൂമിന് പുറത്ത് ഉടമ്പടി ഉപ്പിട്ടൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ആദ്യം MRIക്ക് വേണ്ടി കൊണ്ടുപോകുന്നത്. പക്ഷേ അവൾ എണീറ്റു. അപ്പോൾ എനിക്ക് ആകെ വിഷമായി. ഞാൻ ഓർത്തു, ദൈവമേ ഇതെന്താ ഇത്രയും വരെ എത്തിച്ചിട്ട് തിരിച്ചു പോകാൻ ഇടവരുത്തല്ലേ, പരിശുദ്ധ അമ്മേ നീ ഇടപെടണേ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ എയിംസിൽ തന്നെ അവിടെ MRI റൂമിൻ്റെ ഇൻചാർജിനോട് ഞാൻ പറഞ്ഞു, ഇനിയൊരു ഓപ്പർച്യൂണിറ്റിയും കൂടി തരുമോ, ഒരു സ്ലോട്ടും കൂടി തരുമോ എന്ന് പറഞ്ഞപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർ പറയുകയാണ്, നിങ്ങൾ എപ്പോഴാണോ കുഞ്ഞു ഉറങ്ങുന്നത് അപ്പോൾ കൊണ്ടുവന്നോളൂ, ഞാൻ എടുത്ത് തന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടാമതും മോൾ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൊണ്ടുപോയി. ആ MRI സ്ലോട്ടിൽ ഞങ്ങൾക്ക് കുഞ്ഞിനെ കൃത്യമായി ആ 20 മിനിറ്റോളം എടുത്തു MRIക്ക് വേണ്ടിയിട്ട്. ആ 20 മിനിറ്റും അത്രയും ശബ്ദത്തിൽ വെറും ഒരു ഓറൽ സെഡേഷൻ്റെ ബലത്തിൽ മോൾ അവിടെ കിടന്നു. MRI തീരുന്നതിന് ഒരു 5 മിനിറ്റ് മുന്നേ MRI ടെക്നീഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മോള് എണീറ്റില്ല, പക്ഷേ ഉടനീളം ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് MRI പെർഫെക്റ്റ് ആകുമെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പോൾ അത്രയും നേരം ഞാൻ കണ്ണടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചിരുന്നത്. ഞാനാണ് മോളുടെ ഒപ്പം MRI റൂമിൽ കയറിയത്, കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പരിശുദ്ധ അമ്മേ നീ ഇവിടെ ഉണ്ടെന്നുള്ളതിന് എനിക്കൊരു അടയാളം തരണം എന്ന് പറഞ്ഞിട്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അപ്പം കണ്ണ് തുറന്നിട്ടില്ല, ഒരു സെക്കൻഡിലേക്ക് പോലും ഞാൻ കണ്ണ് തുറന്നിട്ടില്ല. ഇവർ വന്ന് എന്നെ തോണ്ടി വിളിക്കുമ്പോഴാണ് ഞാൻ കണ്ണ് തുറക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വന്നതിൻ്റെ മനസ്സിൽ വന്നത്, മാതാവേ നീ ഇവിടെ ഉണ്ടെന്നുള്ളതിന് എനിക്ക് അടയാളമായി. ഇവരെൻ്റെ അടുത്ത് ഇപ്പോൾ തിരിച്ചു വന്ന് പറയണം,
ഈ MRI ആക്സെപ്റ്റബിൾ ആണ്, ഒരു കുഴപ്പമില്ല, രണ്ടാമതൊരു MRI എടുക്കാൻ ഇടവരുത്തരുത്. അതുപോലെ തന്നെ അവർ തിരിച്ചു വന്നിട്ടും പറഞ്ഞു ഒരു കുഴപ്പമില്ല കേട്ടോ, ഞങ്ങൾ സീനിയറിനെ കാണിച്ചു, ഈ MRI തന്നെ മതി. അങ്ങനെ ഒരു അനസ്തേഷ്യയുടെയും ആവശ്യമില്ലാതെ പരിശുദ്ധ അമ്മ ആ ഒരു കാര്യം, ആ ഒരു MRI വെറും ഒരു ഓറൽ സെഡേഷനിൽ ഞങ്ങൾക്ക് നടത്തി തന്നു. നമ്മൾ ഒരുപാട് വലിയ വലിയ രോഗസൗഖ്യങ്ങളാണ് ഇവിടെ കേൾക്കുന്നത്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും മരുന്നൊക്കെ കഴിക്കുന്ന കുട്ടിയാണ്. അതിൻ്റെ ഭാഗമായി ഒരു അനസ്തേഷ്യ എന്തോ എൻ്റെ മനസ്സുകൊണ്ട് എനിക്കത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാതാവിനോട് ചോദിച്ചത്, മാതാവ് ഇതില്ലാതെ നടത്താൻ സാധിക്കുമെന്ന്. മാതാവ് അത് നടത്തി തന്നു. പരിശുദ്ധ അമ്മയ്ക്ക്, കൃപാസന മാതാവിന് ഒത്തിരി ഒത്തിരി നന്ദി. ഈശോയിൽ നിന്നും ഈ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് മേടിച്ച് തന്ന അമ്മയ്ക്ക് ഒത്തിരി നന്ദി. മോളുടെ MRI അതുപോലെ റിസൾട്ട് നോർമലായി വന്നു. EGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ MRI ഡോക്ടേഴ്സ് പ്രതീക്ഷയിൽ നിന്ന് വിപരീതമായി. അവർ പറഞ്ഞു MRI എന്താ നോർമലാണ്, കുഴപ്പമില്ല. ഒരു കാര്യം കൂടെ ഈ സന്ദർഭത്തിൽ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം EGയിൽ അത്യാവശ്യം നല്ല വേരിയേഷനുള്ളൊരു കുട്ടിയാണ് ഇസഡോറ. ആ അവസരത്തിലും അവർ പറയുന്നത് ഈ ഒരു EG വെച്ചിട്ട് MRI നോർമൽ ആണെങ്കിൽ പോലും ഈ കുട്ടി ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ ഉള്ളൊരു സാധ്യത വളരെ കുറവാണ്. അതിനുള്ളൊരു ഉത്തരം ഞങ്ങളുടെ കയ്യിലില്ല. പക്ഷേ അതിനുള്ളൊരു ഉത്തരമായി ഞാൻ ഇന്നും വിശ്വസിക്കുന്നത് ഈശോയുടെ വലിയ അനുഗ്രഹം, ഈശോയുടെ കയ്യൊപ്പ് എൻ്റെ കുഞ്ഞിൻ്റെ മേലുണ്ട് എന്നുള്ളതാണ്. പരിശുദ്ധ അമ്മ അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ കുഞ്ഞിനെ അമ്മയുടെ തൃക്കരങ്ങളിൽ, അമ്മയുടെ ആ നീലങ്കിയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഇത്രയും മാറ്റങ്ങളും ഇത്രയും കാര്യങ്ങൾ എൻ്റെ കുഞ്ഞിന് ഈ രോഗാവസ്ഥയോട് കൂടെ തന്നെ ചെയ്യാൻ പറ്റുന്നത്. ഈ അനുഗ്രഹത്തിനും പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി 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 നന്ദി. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാനൊരു ഡെൻറ്റൽ ബ്രിഡ്ജിങ് ചെയ്തിരുന്നു. ഏകദേശം ഒരു വർഷത്തിന് മേലെയായി. പക്ഷേ ഈ ബ്രിഡ്ജിങ് ചെയ്തതിന് ശേഷം എനിക്കൊരു 6 മാസത്തോളം കണ്ടിന്യൂസ് ഇൻഫെക്ഷൻസ് ആയിരുന്നു. എവറി 2 hours ഞാൻ ഈ എന്തെങ്കിലും ഒരു ജെല്ലോ ഓയിൻമെൻറ്റോ ഇങ്ങനെ അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ഈ അവർ മൗത്ത് വാഷ് വന്നിരിക്കുന്നത് അത് യൂസ് ചെയ്യണം. അത് യൂസ് ചെയ്ത് അവസാനം എനിക്ക് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥയും ആകെ വായിലൊക്കെ മരവിപ്പ് വരുന്നൊരവസ്ഥ. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത് പ്രൊസീജിയറിൽ വന്നൊരു പ്രശ്നം കൊണ്ടല്ല, പക്ഷേ തൻ്റെ ഗംസിൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണെന്നാണ്. അങ്ങനെ ഞാൻ മരുന്നുകളെല്ലാം നിർത്തി, ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം പറഞ്ഞുകൊണ്ട് ഞാൻ തേച്ചു, മരുന്നായി ഉപയോഗിച്ചു, ഉപ്പ് ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി അന്നു മുതൽ ഇന്ന് വരെ പിന്നീട് എനിക്ക് ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടില്ല. എന്തുകൊണ്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എനിക്ക് ആ ബ്രിഡ്ജിങ്ങിൽ തോന്നിയാൽ പോലും ഞാൻ ആകെ ചെയ്യുന്നത് ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇതിനും അമ്മയ്ക്ക് ഞാൻ ഒത്തിരി 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 നന്ദി പറയുന്നു. ഹസ്ബൻഡ്, പിന്നെ നാലാമത്തെ ഒരു കാര്യം, ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിൽ ഹസ്ബൻഡിന് കുറച്ച് ഫണ്ടിൻ്റെ സാങ്ഷൻ ആവാനുള്ളൊരു ബുദ്ധിമുട്ട് വന്നിരുന്നു. ഞാൻ പ്രത്യേകമായി അമ്മയോട് ഒത്തിരി ചോദിച്ച് മേടിച്ചതൊന്നുമല്ല, പക്ഷേ എന്നാലും പ്രാർത്ഥനയുടെ സമയത്ത് ആൾ എന്നോട് ഇങ്ങനെ ഒരു കാര്യം ഷെയർ ചെയ്തപ്പോൾ ഞാനത് ഡെയിലി ബ്രെഡിൻ്റെ സമയത്താണെങ്കിലും ഞാനത് ഓർത്ത് പ്രാർത്ഥിച്ചിരുന്നു. എന്താണെങ്കിലും അതൊന്ന് അതിൻ്റെ തടസ്സം മാറാനും ആ ഫണ്ട് എന്താണോ അപ്രൂവായി വരേണ്ടത് അപ്രൂവ് ആകാനും വേണ്ടി അധികം താമസിയാതെ തന്നെ എൻ്റെ ആദ്യത്തെ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഫണ്ടാണെങ്കിലും ഹസ്ബൻഡിന് അത് അപ്രൂവായി വന്നു. ഇതുവരെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും, കൃപാസന മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ ഈശോ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകം നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം മേടിച്ച് എൻ്റെ ജോലി മേഖലകളിലും ഭവനങ്ങളിലും പള്ളികളിലും ഞാൻ കൊടുക്കുമായിരുന്നു. എന്നെക്കൊണ്ട് സാധിക്കുന്നവരോടെല്ലാം തന്നെ ഞാൻ ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഞാൻ സംസാരിക്കും. ഇതാണ് എന്നെക്കൊണ്ടാവുന്ന രീതിയിലുള്ള പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ചെയ്തിരുന്നത്. എൻ്റെ കയ്യിൽ എപ്പോഴും ലോക്കറ്റ് ഉണ്ടാവും. ഇവിടുത്തെ എവിടെയെങ്കിലും ഒരു ആളെ ഞാൻ കാണുകയാണ്, ആവശ്യമുള്ള ഒരാളാണെങ്കിൽ, വ്യക്തിയാണെങ്കിൽ, ഞാൻ ആ ലോക്കറ്റോ പത്രമോ എന്തെങ്കിലും ഒന്ന് കൊടുക്കും. ഇവിടെ നിന്നുള്ള എന്തെങ്കിലും ഒരു വെഞ്ചരിച്ച വസ്തുക്കൾ ഞാൻ കൈമാറാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറയുന്നത് എൻ്റെ അറിവിലേക്ക് ഞാൻ അറിയുകയാണ്. ഇപ്പം മരുന്നിനോ അല്ലെങ്കിൽ കല്യാണ ആവശ്യങ്ങൾക്കോ, അതല്ല ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക്, ചികിത്സയ്ക്ക്, പഠനത്തിന്, അങ്ങനെ ഏതെങ്കിലും മേഖലകളിൽ ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് എന്നാലാകുന്ന വിധം ഞാൻ സാമ്പത്തിക സഹായം ചെയ്യാറുണ്ട്. ഇതാണ് എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തികൾ. ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി 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 നന്ദി. വലിയൊരു സംരക്ഷണത്തിലൂടെ കടന്നു പോകുന്നൊരു കുടുംബമാണ് ഞങ്ങളുടെ. ഇങ്ങനെ മോൾക്കുര കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും മാനസികമായി തളരാതെ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഈശോയുടെ വലിയ സ്നേഹവും പരിശുദ്ധ അമ്മയുടെ പ്രത്യേക കരുതലുമാണ്. അതിന് ഒത്തിരി ഒത്തിരി ഒത്തിരി. ആദ്യം തന്നെ ഇന്ന് ഈ ആൾത്താരിലൂടെ നിൽക്കാൻ സാധിച്ചതിന് ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് ജിയ മേരി ജോഷി. ഞാനൊരു കത്തോലിക്ക വിശ്വാസിയാണ്. ഞാൻ ഓസ്ട്രേലിയയിൽ BSc നഴ്സിംഗ് പഠിക്കുന്നു. ഞാനിതിവിടെ 2ാമത്തെ തവണയാണ് എനിക്കിവിടെ സാക്ഷ്യം പറയാൻ ദൈവം അനുഗ്രഹിച്ചത്. ആദ്യത്തെ തവണ ഞാൻ സാക്ഷ്യം പറഞ്ഞത് ഞാൻ ഓസ്ട്രേലിയയിൽ പോകാൻ ദൈവം എന്നെ പരിപാലിച്ച കാര്യങ്ങളാണ്. ഇപ്പോൾ 2ാമത്തെ തവണ ഞാനിവിടെ നിൽക്കുമ്പോൾ ആ ഒരു വർഷക്കാലം ഞാൻ ആദ്യമായിട്ട് ഓസ്ട്രേലിയയിൽ പോയത് ഫെബ്രുവരി 1 2025 അപ്പോൾ ഈ ഒരു വർഷക്കാലം എങ്ങനെയാണ് ദൈവം എന്നെ പരിപാലിച്ചത് എന്ന് അതിന് നന്ദിയും അതിന് സാക്ഷ്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. എനിക്ക് അക്കോമഡേഷൻ കിട്ടിയത് ഒരു മലയാളി കുടുംബത്തോടൊപ്പം ആയിരുന്നു.
അപ്പോൾ ആ കുടുംബമാണെങ്കിൽ എനിക്ക് പള്ളിയിൽ പോകാനുള്ള അനുവാദമോ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും ഭയങ്കര തടസ്സമായിരുന്നു, എനിക്ക് സാധിക്കുന്നില്ലായിരുന്നു. ഞാനാണെങ്കിൽ നാട്ടിലായിരുന്ന സമയത്തെ അവിടുത്തെ കത്തോലിക്ക പള്ളിയിലൊക്കെ നോക്കി വെച്ചിട്ടാണ് പോയത്. പക്ഷേ എനിക്ക് അവിടെ ചെന്നിട്ട് അതിനൊന്നും സാധിക്കുന്നില്ലായിരുന്നു. എനിക്കാണെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രം മാതാവിനെ ഈശോയുടെയും രൂപം വെച്ചിട്ട് ഞാൻ ഇവിടുന്ന് ഒരു മാതാവിൻ്റെ രൂപം കൊണ്ടാണ് പോയത്. മൊത്തത്തിലൊരു വല്ലാത്തൊരവസ്ഥയിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് നാട്ടിലായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെന്നപ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് ആണ് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഇവർ ഭയങ്കര ഇതായിരുന്നു, പ്രശ്നങ്ങളായിരുന്നു. അപ്പം മമ്മിയും പപ്പയും ആണെങ്കിൽ ഇവിടെ വന്ന് ഉടമ്പടി സാക്ഷ്യം പുതുക്കിയായിരുന്നു, എനിക്ക് വേറൊരു അക്കോമഡേഷൻ ശരിയാക്കി തരണേന്ന്. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ഒരു ദിവസം ഇവരെന്നോട് പറഞ്ഞു ഇവിടുന്ന് മാറണം എന്ന്. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു എങ്ങോട്ട് പോകണമെന്ന്. കാരണം എനിക്ക് അവിടെ അങ്ങനെ ആരെയും പരിചയമില്ല, എല്ലാ അക്കോമഡേഷനും എല്ലാം ഫില്ലായി, എനിക്കൊരു വഴി ഉണ്ടായിരുന്നില്ല. ആകെ ഉണ്ടായിരുന്ന എൻ്റെ ആശ്രയം ഈ മാതാവും ഈശോയും. എനിക്കൊരു ബൈബിൾ ഉണ്ടായിരുന്നു, പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയ എൻ്റെ ഒരു മാതാവിൻ്റെ ഒരു ഫോട്ടോയും പിന്നെ ഈശോയുടെ ഒരു ഫോട്ടോയും, ഇത് മാത്രമായിരുന്നു. പക്ഷേ അന്ന് അവരെ പറഞ്ഞ ദിവസം തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചിൻ്റെ അടുത്ത് അവളുടെ കൂടെ എനിക്കൊരു അക്കോമഡേഷൻ ദൈവം അന്ന് തന്നെ ശരിയാക്കി തന്നു. പിറ്റേ ദിവസം തന്നെ എനിക്ക് മാറാനും എനിക്ക് സാധിക്കുമ്പോഴൊക്കെ പള്ളിയിൽ ഇപ്പോൾ പോകാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുമ്പോഴെല്ലാം എനിക്ക് കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റുന്നുണ്ട്. കുർബാനയുടെ പ്രാധാന്യം ഞാൻ ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി. അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. അതുപോലെ രണ്ടാമത്തെ സാക്ഷ്യം, എനിക്കാണെങ്കിൽ ഒരു പാർട്ട് ടൈം ജോബിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ആദ്യമൊക്കെ ഒത്തിരി റിജക്ഷൻസ് ആയിരുന്നു. ഞാനാണെങ്കിൽ കൃപാസനത്തിലെ നേർച്ച വസ്തുക്കളായ ഉപ്പും അതുപോലെ തൈലവും നെറ്റിൽ പുരട്ടിയിട്ടും ആണ് എല്ലായിടത്തും പൊയ്ക്കൊണ്ടിരുന്നതും. അങ്ങനെ ഞാൻ എൻ്റെ റെസ്യൂമിൽ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. ആ റെസ്യൂമെ ഞാനൊരു കെയർ ഹോമിൽ കൊണ്ട് കൊടുത്തു. ആദ്യം അവർ പറഞ്ഞു, അതായത് ഇവിടെ ഇപ്പോൾ ആൾക്കാരെ ഒന്നും എടുക്കുന്നില്ല. പക്ഷെ ഞാൻ അവിടെ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു, അതുപോലെ ഭിത്തിയിലൊക്കെ തൈലം പുരട്ടി. അത് കഴിഞ്ഞ് കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഞാൻ ഓൺലൈനിലും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ തിരിയേലൊരു പൂ പോലെ എനിക്ക് വന്നു. അന്നേരം എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂവിൻ്റെ കോൾ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവിൻ്റെ കൃപ കൊണ്ട്, ഈശോയുടെ കൃപ കൊണ്ട് അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇതെനിക്ക് ദൈവം തന്ന ജോലിയാണെന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് ആ ജോലി അവിടെ കിട്ടി. എനിക്കിപ്പോൾ അവിടെ പെർമനൻ്റായിട്ട് ഒരു കെയർ ഹോമിൽ ഞാൻ കെയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ അതുപോലെ എനിക്കാണെങ്കിൽ ഒരു ജോലിയിലൂടെ എൻ്റെ കുടുംബത്തെ എനിക്ക് നോക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അതെനിക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു ദിവസം ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എനിക്ക് മാതാവിൻ്റെ ഒരു സ്വപ്നം ഉണ്ടായി. അതായത് ഞാൻ അന്നത്തെ രാത്രിയിൽ ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ മാതാവിനെ, എനിക്ക് ഇവിടെ കൃപാസനത്തിൽ നിന്ന് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണവും അതുപോലെ മാതാവിൻ്റെ തിരിയലും രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ലായിരുന്നു മാതാവിനെ. അപ്പോൾ അതെൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം എന്തോ വലിയൊരു മാനസികമായിട്ട് വിഷമത്തിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഉറങ്ങി അന്ന് ഞാനൊരു സ്വപ്നം കണ്ടു മാതാവിനെ. അതായത് ഞാനാണെങ്കിൽ ഒരു പള്ളിയിൽ നിൽക്കുന്നു. അപ്പം പള്ളിയുടെ ഉള്ളിൽ ഒരു പെൺകൊച്ചിങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലൂടെ നടന്നു പോകുന്നുണ്ട്. അപ്പം ആ കൊച്ച് അറിയുന്നില്ല, ആ കൊച്ചിൻ്റെ പുറകിൽ നിൽക്കുന്നത് ഈ കൃപാസനത്തിലെ മാതാവായിരുന്നു. ഞാൻ ശരിക്കും കണ്ടതാണ്, ഈ കൃപാസനത്തിലെ മാതാവിനെ ഞാൻ കണ്ടു. അതിലൂടെ ഒത്തിരി എനിക്ക് മനസ്സിലായി. അതായത് മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്നും, എനിക്ക് ഇപ്പം എന്ത് പ്രതിസന്ധി വന്നാലും, ഇപ്പം ഈ ജോലി കിട്ടിയതോ അല്ലെ ഓസ്ട്രേലിയ പോയതോ അതൊന്നും അല്ല, ഇപ്പം എൻ്റെ സാഹചര്യമാണെങ്കിലും എനിക്ക് ദൈവം മതി എന്നൊരു അത്രയ്ക്കും എനിക്ക് എൻ്റെ വിശ്വാസം സ്ട്രോങ് ആയി. മാതാവ് കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒരു ദിവസം ഒരു കള്ളൻ കയറി. അതായത് എൻ്റെ റൂമിൽ മാത്രം, പക്ഷേ ആ കള്ളൻ കയറിയില്ല. അപ്പം എൻ്റെ കൂടെയുള്ള പിള്ളേർക്ക് അതൊരു വലിയൊരു വിശ്വാസ അനുഭവമായിരുന്നു. അവർക്കതൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, വിശ്വാസത്തിലോട്ട് അവരെ അത് കൂടുതൽ അടുപ്പിച്ചു. എൻ്റെ കൂടെയുള്ള കൊച്ചാണെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കള്ളം കയറിയ സമയത്ത് ഞാൻ മമ്മിയോട് പറഞ്ഞിരുന്നില്ല. ഞാൻ രാവിലെ മമ്മീനെ വിളിച്ചപ്പോഴാണ് മമ്മി പറയുന്നത്, മമ്മിയാണെങ്കിൽ ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു മാതാവ് ഇങ്ങനെ കസേരയിൽ വന്ന് അന്ന് രാത്രി. മമ്മി അന്ന് ആദ്യമായിട്ടാണ് സ്വപ്നം കാണുന്നത് മാതാവിനെ. അതുപോലെ തന്നെ അങ്ങനെ മമ്മി പറഞ്ഞു. അതായത് അപ്പോഴാണ് ഞാൻ പറയുന്നത് എൻ്റെ വീട്ടിൽ കള്ളം കയറിയെന്നും ഈ കാര്യങ്ങളെല്ലാം. അപ്പോഴാണ് മമ്മി അറിയുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതാണ്. കാരണം ആ കള്ളനാണ് ഒരു കൊച്ചിൻ്റെ റൂമിൻ്റെ ജനലിൽ കൂടെ കയറി വേറൊരു കൊച്ചിൻ്റെ ഉള്ളിൽ നിന്ന സമയത്ത് അങ്ങനെയാണ് ആ കൊച്ചിൻ്റെ താക്കോലും അങ്ങനെ ഓരോന്നൊക്കെ മോഷ്ടിക്കാനും. പക്ഷെ കൊച്ചിനൊരു കുഴപ്പമില്ലാതെ ദൈവം അവളെയും പ്രൊട്ടക്റ്റ് ചെയ്തു.
പക്ഷേ എൻ്റെ റൂമിൽ മാത്രം, എൻ്റെ റൂം ലോക്ക് പോലും ചെയ്യാതെയാണ് ഞാൻ കിടന്നുറങ്ങിയത്. പക്ഷേ എൻ്റെ റൂമിൽ മാത്രം കയറിയില്ല. അത് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു വലിയ സംരക്ഷണമായിരുന്നു അവിടെ. കാരണം എനിക്ക് 2 ആഴ്ചയായിട്ട് എനിക്ക് സങ്കീർത്തനം 140 കിട്ടുന്നുണ്ടായിരുന്നു. ദുഷ്ടരിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് പറഞ്ഞ സങ്കീർത്തനം. അതായത് ഞാൻ ബൈബിൾ വായിക്കുമ്പോഴൊക്കെ. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല, പക്ഷേ എനിക്ക് മനസ്സിലായി എന്നെ ഈ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്താന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് എനിക്കാണെങ്കിൽ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് പീരിയഡ്സിൻ്റെ ഡേറ്റ് ഞാൻ അറിയാതെ ആ സമയത്താണ് ടിക്കറ്റ് എടുത്തിരുന്നത്. പക്ഷേ എനിക്കിങ്ങനെ വയറുവേദനയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഡേറ്റ് അന്നേരം എല്ലാവർക്കും പേടിയായിരുന്നു. ഇനിയിപ്പം ഫ്ലൈറ്റിലേക്ക് ആയിരിക്കുന്ന സമയത്ത് ഭയങ്കര വേദനയാണെങ്കിൽ പ്രശ്നമാണല്ലോ എന്ന് ഓർത്തു. പക്ഷേ അങ്ങനെ ഡോക്ടറെ പോയി കണ്ടു. ഡോക്ടർ ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു. ഡോക്ടർ മരുന്ന് തന്നു. ഡോക്ടർ ഹോർമോൺസിൻ്റെ മരുന്ന് തന്നു. ഒരു ഡേറ്റ് തൊട്ട് കഴിച്ചു തുടങ്ങണമെന്ന് പറഞ്ഞു. പക്ഷേ വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ആ മരുന്ന് കഴിക്കാൻ തോന്നിയില്ല. കാരണം നോർമലായിട്ടുള്ളൊരു കാര്യത്തെ വെറുതെ ഇങ്ങനെ മരുന്ന് കഴിച്ച് ഇതാക്കണം എന്ന് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഡോക്ടർ പറഞ്ഞ ആ ഡേറ്റിന് ഞാൻ മരുന്ന് കഴിക്കാൻ തുടങ്ങിയില്ല. ഞാൻ ആ മരുന്ന് കൃപാസനത്തിലെ മാതാവിൻ്റെ ഒരു വലിയ ഫോട്ടോ വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതായത് ഞാനിങ്ങനെ പോകാൻ കാരണമായിട്ട് ഉള്ളതിൻ്റെ ഒരു നന്ദിയായിട്ട് അത് ഞങ്ങൾക്ക് അവിടെ വെച്ചിരിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അപ്പം ആ മാതാവിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടുപോയി ഞാൻ വെച്ചിട്ട് പ്രാർത്ഥിച്ചു. അമ്മയ്ക്ക് അറിയാലോ എന്താണെന്നുള്ളത്. അപ്പം എനിക്കാണെങ്കിൽ അത്ഭുതം എന്ന് പറയട്ടെ, എനിക്കാണെങ്കിൽ ആദ്യമായിട്ട് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞ അന്ന് തന്നെ എനിക്ക് നോർമലായിട്ട് ഇതായി. മരുന്നൊന്നും കഴിക്കേണ്ട ആവശ്യം വന്നില്ല. അതുപോലെ ഇത്രയും ചെയ്ത ദൈവത്തിനും അമ്മ മാതാവിനും കോടാനുകൂടി നന്ദി പറയുന്നു. ഇതിലൂടെയെല്ലാം എൻ്റെ വിശ്വാസം ഒത്തിരി വളർന്നു. ആരും ഇല്ലേലും ദൈവമുണ്ട് എൻ്റെ കൂടെയെന്ന് എനിക്ക് മനസ്സിലായി. ആ ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തിരുന്നത്, ഞാനാണെങ്കിൽ എൻ്റെ കെയർ ഹോമിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ അമ്മച്ചിമാരെയൊക്കെ സഹായിക്കുന്ന സമയത്ത് ആ ഈശോയെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് സഹായിച്ചുകൊണ്ടിരുന്നതും. പിന്നെ അവരുടെ നെറ്റി കുരിശ് വരച്ചു കൊടുക്കുകയും പിന്നെ അവരോട് പറയുമായിരുന്നു ഈശോയ്ക്ക് ഇഷ്ടമാണ്, അമ്മച്ചിന് ഇഷ്ടമാണ്, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പിന്നെ അതുപോലെ എൻ്റെ വീടിനടുത്തുള്ള ഒരു കെയർ ഹോമിലാണേലും അവിടെ ഇങ്ങനെ പൈസ, അതായത് പറ്റുന്ന രീതിയിൽ സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് എനിക്കാണെങ്കിൽ കൃപാസനത്തിലെയും പിന്നെ അച്ഛൻ്റെ ടോക്കുകൾ അതൊക്കെ കാണുമ്പോൾ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടും. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടും. അങ്ങനെ പിന്നെ അതുപോലെ എൻ്റെ കൂടെയുള്ള പിള്ളേരോട് ഞാൻ എപ്പോഴും പറയും, ഇവിടെ കൃപാസനത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടതാണ്. അതായത് എനിക്ക് അന്നേരം ഇവിടെ വരണം, ഇവിടെ എന്തായാലും വരണം, നിങ്ങൾ ഒരു തവണ വന്നാൽ എന്തായാലും നിങ്ങൾ ഇനിയും വരുമെന്ന് ഞാൻ പറയാമായിരുന്നു. അങ്ങനെ ഒത്തിരി മാതാവിലോട്ട് ഒത്തിരി പിള്ളേരെയൊക്കെ ഇങ്ങനെ എനിക്ക് പറഞ്ഞ് ഇത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അവരെ ആത്മീയമായിട്ട് വിശ്വാസത്തിൽ ശക്തിപ്പെടുത്താൻ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അതായത് എനിക്ക് പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് മുടക്കം കൂടാതെ ആ 15 ദിവസവും എനിക്ക് ബ്രേക്കിൻ്റെ സമയത്ത് ഒരു മുടക്കം കൂടാതെ എനിക്ക് ബൈബിൾ വായിക്കാൻ ദൈവം അനുഗ്രഹം തന്നു. അതുപോലെ തന്നെ എനിക്ക് സാധിക്കുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ വായിക്കാറുണ്ട്. എല്ലാത്തിനും ഉപരിയായിട്ട് ഒത്തിരി തവണ ഇതിൻ്റെ ഇടയ്ക്ക് ഓരോ പ്രലോഭനങ്ങളും കാര്യങ്ങളും, അതായത് രാവിലെ എണീക്കാൻ മടിയും അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരാറുണ്ടെങ്കിലും മാതാവ് ഈശോയും എന്നെ ഒരു മകളെ പോലെ തിരിച്ച് അതിലോട്ട് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്. ഒരിക്കലും അവരെന്നെ ശിക്ഷിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവരാണെങ്കിൽ എന്നെ എപ്പോഴും ഒരു മകളെ പോലെയാണ് കാണുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. എനിക്കിപ്പോൾ ഈ അമ്മയെ നോക്കുമ്പം ഒരമ്മയെ കാണുന്ന അതേ ഫീലോട് കൂടിയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അതിനുള്ള കൃപ എനിക്ക് തന്ന ദൈവത്തിനും തിരുകുമാരനും കോടാനും